ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഇന്ന് ബുധനാഴ്ചയാണ്, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ദിവസമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വിഷയം എന്ന് വേണം നമുക്ക് പറയാം. കാരണം നമ്മൾ പൊതുവെ എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആണ്. ഏജിങ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംഭവിക്കുന്നതാണ്. എന്നാൽ അത് വെറും നമ്പറാണെന്ന് മനസ്സിലാക്കി സ്വയം പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾ ഏജിങ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ തന്നെ സാർ പറയുന്ന ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. റെസലൻസിൻ്റെ ഒരു സാധ്യതയുണ്ട്, വിസ്ഡം ഉണ്ട്, ഡീപ്പർ കണക്ഷൻ ഉണ്ട്, അവയർനെസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ നമ്മൾ പോയിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രായത്തിൽ എങ്ങനെയാണോ പോയിരുന്നത്, അതുപോലെ വീണ്ടും ഈ സമയത്തും കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് ഈ ക്ലാസ്സിനെ കാണാം. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം, അതുപോലെ തന്നെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതവും ഞാൻ നേരുന്നു. ഓക്കെ, സാബ് സാറ് ഇന്നത്തെ വിഷയം അവതരിപ്പിച്ചു അല്ലെങ്കിൽ സൂചിപ്പിച്ചു. എന്താണെന്ന് മൈൻഡ്ഫുൾ ഏജിങ് എന്ന് പറയാം. അതായത് അവധാനപൂർവ വയോവൃദ്ധി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇത് വളരെ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളിൽ നിങ്ങൾ എല്ലാവരും ഒരു റിട്ടയർ ചെയ്തവര് അല്ലെങ്കിൽ മധ്യവയസ്സ് കഴിഞ്ഞവരാണ്. ഓക്കെ, ഇപ്പൊ ഇനി പ്രായം ചെന്നവരെന്നൊക്കെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാരണം അതേക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രായം ചെന്ന ആളല്ലെന്ന് പറയുമായിരിക്കും. എനിവേ, നമുക്കൊരു മധ്യവയസ്കര് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉള്ളതാണ്. ഒരുപക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈ പ്രായമായ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി അസഹനീയമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളും അവരുടെ സംസാരങ്ങളും അവർ മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുന്നതും ഇതെല്ലാം നമ്മൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ സ്വന്തക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന്. ഇങ്ങനെ ഞാനിപ്പം അവരുടെ എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള രീതികൾ പറയണ്ട, പക്ഷെ എന്നാലും നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, എന്താണ് ഇതിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്, അല്ലെ? അവർ മൈൻഡ്ഫുൾ അല്ലാത്തത് കൊണ്ടാണ്. അതായത് ആ പ്രായത്തിന്റെ ഇത് അംഗീകരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു പക്വതയിലേക്ക് അവർ വരുന്നില്ല. അപക്വമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ്. പലപ്പോഴും ചില ആളുകളെ സംബന്ധിച്ച് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ അവർ ഏതെങ്കിലും വലിയ വലിയ ജോലികൾ ആണെന്ന് കരുതുക. വലിയ മന്ത്രിമാരോ രാഷ്ട്രീയക്കാരോ MLA മാരോ അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരോ IAS ഇതൊക്കെ ആണെങ്കിൽ അവരുടേതായ ആ ഒരു നില വിട്ട് പുറത്തേക്ക് വരാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത്. പ്രായമായി മറ്റുള്ളവരെ അംഗീകരിക്കണം, മക്കളെ അംഗീകരിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരെ അംഗീകരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഈ പ്രായമാകുന്നവർ. അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ മാനസികം, വൈകാരികം, അല്ലെങ്കിൽ ശാരീരികം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എന്തു പറഞ്ഞാലും നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സ്നേഹത്തിൽ സഹവർത്തിത്വ ബോധത്തോടു കൂടി ജീവിച്ചില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നരകം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവബോധം ഈ പ്രായമായി വരുന്നവരിൽ കാണുന്നില്ല പലപ്പോഴും. ഇല്ലേ? ഭൂരിപക്ഷം, എല്ലാവരിൽ നിന്ന് അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ അറിയുന്ന പല പല ആളുകളും അങ്ങനെയുള്ള സ്വഭാവ രീതിയുള്ളവരാണ്. ഞാനിപ്പോ ഇവിടെയാണ്, എനിക്ക് ഇവിടുത്തെ സമൂഹത്തിലുള്ളവരെ എനിക്കറിയാം. അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ എനിക്കറിയാം പല ആളുകളും. പക്ഷെ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മളുടെ ആ ശ്രദ്ധ മാറ്റി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിലേക്ക് ഊന്നിക്കൊണ്ട് അവർ ശരിയാകുന്നില്ല എന്ന് പറയാനാണ് നമുക്ക് താല്പര്യം. ഞാനല്ല കുറ്റക്കാരൻ എന്ന് പറയാൻ ഉള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. എനിവേ, ഞാൻ കൂടുതലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ആമുഖമായിട്ട് പറയാതെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ പർപ്പസ് ആയിട്ട് ഞാൻ പറയുന്നത്, അതായത് എല്ലാവരെയും എൻകറേജ് ചെയ്യുക. അതായത് എനിക്ക് പ്രായമായി, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ്, ഇതേക്കുറിച്ചൊക്കെ ഒരു അവബോധം കൊടുക്കുക. അതുപോലെ ഒപ്പം തന്നെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ ആ
പ്രായം ആകുന്നതിനനുസരിച്ചുണ്ടാകുന്ന നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികവുമായിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ലിമിറ്റേഷൻസ് അംഗീകരിക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മളൊരു റെസിസ്റ്റൻസ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് ഏറ്റുമുട്ടാതിരിക്കുക, സ്വന്തം മക്കളോട് അല്ലെങ്കിൽ ഭാര്യയോട്, ഭർത്താവിനോട്, അയൽക്കാരോട് ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളൊക്കെ അവസാനിപ്പിച്ച് ശാന്തതയുമായിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എന്താണ് നമ്മുടെ പഴയ കാലത്തെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്താന് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പൊങ്ങച്ചം പറയാനൊന്നും വേണ്ട. ചില ആളുകൾ പ്രായമായവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെന്ത് പറഞ്ഞാലും അവരുടെ കുട്ടിക്കാലത്തെ അല്ലെങ്കിൽ അവരുടെ ജോലി സമയത്തുണ്ടായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. ഒന്നാമത് നമ്മൾ അത് വളരെ വിരസമായ കാര്യമാണ്. അത് 100 പ്രാവശ്യം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കും. ഒരു സ്വയം അംഗീകരിക്കാനുള്ള താല്പര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു അവബോധം വളർത്തുക എന്നുള്ളതാണ് ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ദെൻ ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ മൈൻഡ്ഫുൾ എന്താണ് ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ്ഫുൾ ഏജിങ്, ഇവിടെ 2 സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. AGEING എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് ആണ്. ഇനി അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് AGING എന്ന് പറയും. ഓക്കെ, അതിനി ഓർത്ത് നിങ്ങൾ എന്താണ് വിഷമിക്കേണ്ട, 2 സ്പെല്ലിംഗ് നമുക്ക് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് മൈൻഡ്ഫുൾ ഏജിങ്. ദെൻ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി നമ്മളെ തന്നെ പക്വതപ്പെടുത്താൻ, പാകപ്പെടുത്താൻ ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് സാധിക്കും. അതായത് മറ്റുള്ളവർക്കൊരു വെറുപ്പ്, മറ്റുള്ളവരിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രീതി ഇല്ലാതെ മാന്യമായി അല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ സന്തോഷപൂർവ്വം നമുക്ക് ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും വിശ്വസിച്ചും മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്ന സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് അവധാനപൂർവ്വ വയോവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ്ഫുൾ ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ്ഫുൾ അല്ലെങ്കിൽ അവധാനപൂർവ്വ വയോവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രായം കൊണ്ട് നമ്മൾ വളരുകയാണ്. അങ്ങനെയുള്ള ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ പ്രായത്തിനോടനുബന്ധിച്ചിട്ടുള്ള വെല്ലുവിളികളുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു വെല്ലുവിളിയെ പ്രസന്റ് മൊമെന്റിൽ, അതായത് മൈൻഡ്ഫുൾ ആയിട്ട് അവധാനപൂർവ്വം ബോധപൂർവം അവബോധത്തോടു കൂടി എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ചിലരെ സംബന്ധിച്ച് ചില ആളുകൾ ചിലപ്പം 50-60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും രോഗികളാകുന്നു. പല വിധത്തിലുള്ള രോഗങ്ങൾ അവരെ അലട്ടുന്നുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ പ്രശാന്തതയോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കും? അക്സെപ്റ്റൻസ്, റാഡിക്കൽ അക്സെപ്റ്റൻസ് നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും? അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ, അത് മക്കളോ മരുമക്കളോ ഉള്ള ആളുകളെ എപ്പോഴും അങ്ങനെ എപ്പോഴും പരാതിപ്പെടുന്ന ഒരു മനുഷ്യരുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ ഈ പരാതിപ്പെടുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ അവർ റിലീജിയസുമാണ്. അവര് ഓരോ മതത്തിൽപ്പെട്ട നമ്മളൊക്കെ പല മതങ്ങൾക്കും അവരൊക്കെ അവരുടെ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെപ്പോഴും പരാതിപ്പെടും, അതുപോലെ തന്നെ അസന്തുഷ്ടരായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യങ്ങളിൽ നിന്ന് ആ ജീവിത സാഹചര്യങ്ങളെ, ജീവിതത്തിന്റെ വെല്ലുവിളികളെ, യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നമുക്ക് അവധാനപൂർവ്വം സ്വീകരിക്കാം എന്നുള്ളതാണ് മൈൻഡ്ഫുൾ ഏജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം, നമ്മളുടെ ഈ മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏജിങ്ങിന്റെ തന്നെ പ്രായമാകുന്നതിന്റെ ഏജിങ്ങിന്റെ വയോവൃദ്ധിയുടെ വെല്ലുവിളികൾ കുറച്ചുണ്ട്. അത് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തർ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒന്നാമത് ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് ചലഞ്ചസ് ഉണ്ട്. അതായത് ചിലരെ സംബന്ധിച്ച് അവർക്ക് ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്സസ് ഉണ്ടാകും. എന്തെങ്കിലും അർത്തറൈറ്റിസ് ആയിരിക്കാം, ഹാർട്ട് ഡിസീസ് ആയിരിക്കാം, ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കാം, ഡയബറ്റീസ് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള, അതായത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊരു നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അങ്ങനെയുള്ള ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊബിലിറ്റി കുറവാണ്. കാരണം അവർക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അതും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ചസ് ആണ്. അടുത്തത് ഫിസിക്കൽ ആയിട്ടുള്ള ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ചിലർക്ക് ചെവി കേൾക്കാൻ പാടില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മുട്ടിന് വേദന, അല്ലെങ്കിൽ മുട്ടിന്റെ ഓപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. സെൻസറി ഇമ്പയർമെന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദെൻ ഫറ്റീഗ് ആൻഡ് ഒരു ഊർജമില്ല, എപ്പോഴും ഒരു ക്ഷീണമാണ്, കാരണങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും.
ദെൻ പിന്നെ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പലരോട്, പക്ഷെ അവരോട് പറഞ്ഞാൽ അവരൊരിക്കലും വിശ്വസിക്കില്ല. ഉദാഹരണം ഞാൻ പറയാം, ചില ആളുകൾ ഒരു 60, 70, 80 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും പലപ്പോഴും ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രഷർ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല രോഗങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. അവരും ഓരോ ഡോക്ടർമാരെ മാറി മാറി കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ അൺഹാപ്പിയാണ്. അവരുടെ ആ അൺഹാപ്പിനെസ് തന്നെ അവരുടെ ആ മെറ്റബോളിസത്തെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ അവരുടെ സെല്ലുകൾ അറിയുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് എന്താണ്, ഇവരുടെ ഈ അസംതൃപ്തി, അസന്തുഷ്ടി, ഇതെല്ലാം അവരുടെ ആരോഗ്യത്തെയും അവർ കഴിക്കുന്ന മരുന്നിന്റെ ആ എഫക്റ്റ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി എന്താണ് അത് അങ്ങനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതേക്കുറിച്ചൊന്നും അവരറിയുന്നില്ല. ഓക്കെ, ദെൻ അടുത്തത് മാനസികവും അതുപോലെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കുറെ വെല്ലുവിളികളുണ്ട്. അതായത് നമുക്ക് മെമ്മറി നമുക്ക് നഷ്ടപ്പെടുന്നു, പല കാര്യങ്ങളും പറയാനും അതിന് ഓർത്തിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ദൈക്ഷണികമായിട്ടുള്ള ആ ഡിക്ലൈന്, അതുപോലെ തന്നെ എന്താണ് ഇത് വളരെ സാവധാനമായി മാറുന്നു, പല കാര്യങ്ങളും നമുക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. അടുത്തത് മറ്റൊന്നുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമൻഷ്യ, അല്ലെങ്കിൽ ആൾസൈമർ ഡിസീസസിന്റെ ചില ഓർമ്മിക്കാൻ സാധിക്കാത്ത ഓർമ്മക്കുറവിന്റെ ഇതുപോലെയുള്ള അതിലേക്ക് സാവധാനം നമ്മൾ വഴുതി വീടുകൊണ്ടിരിക്കുകയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷൻ ഓർ ആൻസൈറ്റി ഉണ്ടാകും. ഒന്നിനു വേണ്ടിയിട്ടും അല്ലായിരിക്കും ചിലപ്പം. ഒരു ഇത് നമ്മൾ മൈൻഡ്ഫുൾ അല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ആവശ്യമില്ലാത്ത ഡിപ്രഷനും ആൻസൈറ്റി, വെറുതെ ആവശ്യമില്ലാതെ ഇരുന്ന് നമ്മൾ വറി ചെയ്യുന്ന അങ്ങനെ ഒരു ഇതുണ്ടാകും. ദെൻ പലർക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. പ്രായമായവർ പലപ്പോഴും അഡിക്റ്റഡ് ആയിട്ട് ഈ TV അല്ലെങ്കിൽ അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് ഉറക്കം കുറവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരൊരിക്കലും അത് അറിയില്ല. അവരോടെങ്കിലും പറഞ്ഞാലും ഉടനെ പറയും, ഞാൻ കാണുന്നൊന്നുമില്ല, എന്ത് കാണുന്നു, എന്ത് കാര്യം ഇരിക്കുന്നു, ഇതൊന്നും ഇല്ല എന്ന് പറയും. അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതേക്കുറിച്ച് അവബോധം ഇല്ലാത്തവരാണ്. ഓക്കെ, ദെൻ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചലഞ്ചസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഏജിങ്ങിന്റെ. ഒന്നാമത് ലോൺലിനെസ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒക്കെ മരിച്ചു പോയതിന്റെ പേരിൽ ഒറ്റപ്പെടുന്നവരുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നമാണ്. ഇവിടെ 80-90 വയസ്സുണ്ടെങ്കിലും അവർക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്ത്, എൻ്റെ ഭാര്യ മരിച്ചുപോയി. അപ്പൊ ഞാൻ ഈ അടുത്ത നാളുകളിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ വിളിച്ചപ്പോൾ, എൻ്റെ സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, വെറുതെ സാന്ദർഭികമായിട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഒരു പുനർവിവാഹം നടത്താതിരുന്നത്? അന്നേരം പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ മക്കൾ വലുതായിക്കോട്ടെ എന്ന് കരുതിയെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ആ ആള് അതൊക്കെ പറയാണ്, അന്ന് അത് ചെയ്യാതിരുന്നത് മണ്ടത്തരമായി പോയി എന്ന് പറയുന്നത്. അപ്പം അവരത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഞാൻ പറയുന്നു, മൈൻഡ്ഫുൾ അല്ലെങ്കിൽ ലോൺലിനെസ്സും അതുപോലെ സോഷ്യൽ ഐസൊലേഷനും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് ഗ്രീഫ്. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്വന്തപ്പെട്ടവരുടെ ആരുടെയെങ്കിലും മരണം, ആ വിരഹം, അതിന്റെ ആ ദുഃഖം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ റിട്ടയർമെന്റിന് ശേഷം നമുക്കുണ്ടാകുന്ന ആ സോഷ്യൽ റോൾസ് ആൻഡ് ഐഡന്റിറ്റി ഉണ്ടാകും. പല ആളുകൾക്കും വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നവർ താഴോട്ട് വരും. അവരെ ആരും മൈൻഡ് ചെയ്യുകയില്ല. കാരണം പ്രത്യേകിച്ച് ചിലപ്പോൾ അവർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവരെ ഈ റിട്ടയർമെന്റിന് ശേഷം ആ ഭാഗത്തൂടെ ആരും നോക്കുകയില്ല. അപ്പൊ അവർക്കത് വലിയ ബുദ്ധിമുട്ടാകും. ഞാൻ അറിയുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ പറഞ്ഞ് എന്താണ് കാണുന്നവരോടെല്ലാം പറഞ്ഞ് ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. പോലീസ് ഈ ജോലി രാജിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തുള്ളി മദ്യം അയാൾക്ക് ആരും മേടിച്ചു കൊടുക്കുകയില്ല. കാരണം അയാളെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അപ്പൊ അയാളുടെ ആ ഐഡന്റിറ്റി അയാൾക്ക് നഷ്ടപ്പെട്ടു. ഇതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വലിയ വലിയ ജോലികളൊക്കെ ചെയ്യുന്ന ആണെന്ന് പറഞ്ഞ് ആയിരുന്നിരിക്കാം, പക്ഷെ ആരും അംഗീകരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടാകും. ദെൻ പിന്നെ മറ്റൊന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡൻസിലേക്ക് വരും, ഇല്ലേ? ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു വശത്ത് മറ്റുള്ളവർക്ക് ബേഡനാണ്, ഭാരമാണ്. അതേസമയം ആ ഭാരമാകുന്നുണ്ടോ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ചിലരല്ല, എന്നാ ഭാരമായാലും നീ ചുമന്നോ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ദാറ്റ് മീൻസ് ആ അവബോധത്തിന്റെ കുറവ് വളരെ ശക്തമായിട്ട് ഇങ്ങനെയുള്ള ആളുകളിൽ ഉണ്ടാകും. അടുത്തത് ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടിക്കൽ ചലഞ്ചസ് ആണ്.
എന്താണ് ഒന്ന് റെഡ്യൂസ്ഡ് ഇൻഡിപെൻഡൻസ്. നമുക്ക് വേണ്ട ഇതില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനുള്ള ആ കോൺസെൻട്രേഷൻ നമുക്കില്ല, അല്ലെങ്കിൽ അതിലുള്ള ഇതില്ല, ആരോഗ്യസ്ഥിതി ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മറ്റുള്ളവരെ ചെയ്യണം. ദെൻ ഇനി അടുത്തത് മറ്റൊന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ഇപ്പോൾ ജോലി ചെയ്ത് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നാടൻ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഇടുക്കി, വയനാട് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളല്ല, സോറി, എന്താണ്, ഡിസ്ട്രിക്റ്റുകളിലൊക്കെയുള്ള ആളുകൾ പലപ്പോഴും കൃഷിക്കാരാണ് കൂടുതലും. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് അധികം സ്വത്തോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് വാർദ്ധക്യകാലത്തുണ്ടാകുന്ന വലിയൊരു ഇഷ്യൂ ആണ്. ദെൻ അതുപോലെ തന്നെ ഇപ്പം ഭാര്യ മരിച്ചു പോയ ആണുങ്ങളായിരിക്കും പ്രത്യേകിച്ച്. സ്ത്രീകൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരികയല്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരവരുടെ അനുദിന കാര്യങ്ങൾ, ഉദാഹരണം കുക്കിംഗ് അല്ലെങ്കിൽ കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് വേണ്ടത്ര എന്താണ് സഹായം ആവശ്യമുണ്ട്. അതെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് അവരെടുക്കുന്നു. അതുപോലെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ല, ഹെൽത്ത് കെയർ ഇല്ല. രോഗം വന്നു കഴിഞ്ഞാൽ മുഴുവൻ പൈസയും നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ചെലവുകൾ വഹിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരികയില്ല. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുടെ അല്ലെങ്കിൽ വെല്ലുവിളികളുടെ കാര്യമാണ്. ചിലരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന സ്പിരിച്വൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ചലഞ്ചസ് എന്ന് പറയാം. അതായത് ഒരു മീനിങ്ങോ പർപ്പസോ അവർക്കില്ല, നിരാശയാണ്. അല്ലെങ്കിൽ ഇപ്പൊ പറയും മക്കൾ ഇട്ടിട്ട് പോയി, മക്കൾ നോക്കുന്നില്ല. ഞാൻ അറിയുന്നുണ്ട്, 4 ആൺമക്കളുള്ള ഒരു വീട്ടിലെ ഒരു അമ്മ, ഭർത്താവ് മരിച്ചുപോയി, അമ്മയെ ആർക്കും വേണ്ട. അമ്മയുടെ കയ്യിൽ 10 പൈസ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മക്കൾ അറിയുന്ന ആദ്യം വരുന്ന ആൾക്കാർ അത് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും. അപ്പം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ പ്രായമായവരിൽ അല്ലെങ്കിൽ വയോവൃത്തിയിലേക്ക് നടന്നു നീങ്ങുന്ന ആളുകൾക്ക് ഒന്നുമില്ല. പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ടി വി കാണുക, കൂടുതൽ പരദൂഷണം പറയുക, കൂടുതൽ രാഷ്ട്രീയം പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങ് പോകും. മീനിങ് ആൻഡ് പർപ്പസ് ഇൻ ലൈഫിൽ ഇല്ലാതായി പോകുന്നു. നിസ്സാര കാര്യങ്ങൾ മതി നമുക്ക് മീനിങ് കണ്ടുപിടിക്കാൻ, പക്ഷെ അതവർക്ക് സാധിക്കുന്നില്ല. ദെൻ അടുത്തത് മരണത്തെ കുറിച്ചുള്ള ഭയമുണ്ട്. ചില ആൾക്കാർ പറയും എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ലെന്ന് പറയും. പക്ഷേ ഒരു ജലദോഷം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ പോകുന്നു. ചുമയാണെന്നുണ്ടെങ്കിൽ ഉടനെ എക്സ്റേ എടുക്കുന്നു, MRT എടുക്കുന്നു. ഇതെല്ലാം ഇതാണ് അവര് പറയും, വാക്കുകളിൽ അവർ പറയും, ഓ എനിക്ക് പേടിയൊന്നുമില്ല, ഇതെങ്ങനെയും ഒന്ന് തീർന്നാൽ മതി. പക്ഷെ പേടിയാണ് മരണത്തെ കുറിച്ച്. ഓക്കെ, അതുപോലെ തന്നെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തിരിക്കാൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സമയം ഇറ്റ്സ് ടു ലേറ്റ്. നമ്മുടേതായ ഒരു ലൈഫിന്റെ ഒരു സിഗ്നേച്ചർ ഇടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ ഈ സിഗ്നേച്ചർ ഇടാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. തമ്പ് ഇംപ്രഷൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ജീവിതത്തിലെ ഈ മീനിങ്, പർപ്പസ് ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തി എന്നെ മറ്റുള്ളവർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ള നിരാശ, കുറ്റബോധം അതുണ്ടാകും. അടുത്തത് കോർ പ്രിൻസിപ്പിൾസ് ഓഫ് മൈൻഡ്ഫുൾ ഏജിങ്. മൈൻഡ്ഫുൾ ഏജിങ്ങിന്റെ പ്രധാനപ്പെട്ട കോർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാകുന്ന നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്നല്ല, ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും നമുക്ക് അനുഭവപ്പെടുന്ന ആ ഇംപെർമനൻസ് അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ആ കടന്നുപോകലിനെ കുറിച്ച് അതേക്കുറിച്ചുള്ള ആ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു വലിയ ബുദ്ധിമുട്ടാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നല്ല ആരോഗ്യമായിരുന്നു, ഇന്നൊന്ന് ഉരുണ്ടു വീണു. പ്രത്യേകിച്ച് പ്രായമായവർ ചിലരൊക്കെ വീണ് അങ്ങനെ എന്താണ് കാലും കൈ ഒടിയുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാതെ അതോടുകൂടി മരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നതാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രായമാകുന്നു, ഇൻപെർമനൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, അതായത് ആ ജീവിതം ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതിങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഉണ്ടാകും. അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ കുറവ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ജീവിതത്തിന്റെ കോർ പ്രിൻസിപ്പിൾസിന്റെ ഒരു ഭാഗമാണ്. ദെൻ ഗ്രേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് എന്താണ്, പോസിറ്റീവായിട്ട് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിതത്തിന്റെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജിങ്, അതാണ് മൈൻഡ്ഫുൾ ഏജിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് വേണം. അതായത് ജീവിതത്തെ ഒന്ന് പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടിയല്ല. ഇന്നലകളിൽ നമ്മളുടെ
കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ നടത്തിയിട്ടുള്ള ആ കാര്യങ്ങളിൽ ആ മനോഭാവങ്ങൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജീവിതം മുഴുവൻ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടൊന്ന് കാണാം. ചില ആളുകൾ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എല്ലാത്തിനെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാമെന്ന് പറയുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പോസിറ്റീവായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ജീവിതത്തിന്റെ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അവർ ഗ്രേറ്റ്ഫുൾ അല്ല, അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, ജീവിതത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അവരിൽ കാണുന്നില്ല. ദെൻ അടുത്ത കോർ പ്രിൻസിപ്പിൾസ് നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് വളരുന്നതിൻ്റെതാണ് സെൽഫ് കമ്പാഷൻ. നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ മറ്റുള്ള നമ്മളുടെ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ എല്ലായിടത്തും ഒരു സെൽഫ് കമ്പാഷനോട് കൂടി അല്ലെങ്കിൽ ഒരു കൈൻഡ്നെസ്സോട് കൂടി എങ്ങനെയാണ് ആ ട്രാൻസിഷനെ, അതിന്റെ ആ മാറ്റത്തെ നമ്മൾ നമുക്ക് സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്ഥിതി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ലെറ്റിംഗ് ഗോ ഓഫ് ദി പാസ്റ്റ്. ചിലർക്ക് അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ചിലരിങ്ങനെ കൃഷിക്കാരല്ലേ, വ്യവസായങ്ങളൊക്കെ കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകൾ എന്ത് ചെയ്യും, വലിയ ഒത്തിരി പണം ഉണ്ടായിരുന്നിരിക്കും, അവർക്ക് ലോറി ഉണ്ടായിരിക്കും, കാർ ഉണ്ടായിരിക്കും, വീടുകൾ ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉണ്ടായിരിച്ച് ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ തന്നെ അനുഭവത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പൊ പോയത് പോയി, പാസ്റ്റ് പോയി എന്ന് സംബന്ധിക്കാനുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ എൻ്റെ പഴയ പ്രതാപകാലത്തെക്കുറിച്ച്, എൻ്റെ പഴയ ഉദ്യോഗസ്ഥ കാലത്തെക്കുറിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമുക്കുണ്ടാകുന്ന ആ നമ്മളുടെ പഴയ കാലത്തെ ദുഃഖങ്ങള്, വിഷമങ്ങള്, ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ പുതിയതായിട്ട് വരുന്ന ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വിട്ടുകളയാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നത് മൈൻഡ്ഫുൾ ഏജിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ അടുത്തത്, നമ്മളുടെ മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അവധാനപൂർവം നമ്മൾ കൂടുതലായിട്ട് ഈ പ്രസന്റ് മൊമെന്റിനെ കുറിച്ച്, നമ്മളുടെ പ്രസന്റ് ലൈഫിനെ കുറിച്ച്, നമ്മൾ ചിലപ്പം വിധവയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തില് കഷ്ടനഷ്ടങ്ങളുള്ളവരായിരിക്കാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, അനാരോഗ്യം ഉണ്ടായിരിക്കാം. അതൊക്കെ നമ്മൾ അവധാനപൂർവ്വം നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. പിന്നെ അടുത്തത് വിമർശനം, മറ്റുള്ളവരെ വിമർശിക്കുക. മരുമകനെ, മരുമകളെ, അല്ലെങ്കിൽ മകനെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം വിമർശിക്കുക. മറ്റൊന്ന് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനോടും കേൾക്കുന്നതിനോട് എല്ലാത്തിനെ കുറിച്ചും ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ്, ഒന്നും ശരിയല്ല, രാഷ്ട്രീയക്കാർ ശരിയല്ല, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് വസ്തുതകളെ കാണാനുള്ള ഒരു മനോഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഇതിന്റെ എല്ലാം പ്രശ്നക്കാരായി അല്ലെങ്കിൽ അതിന്റെ എല്ലാം അനുഭവിക്കുന്നവര്. പിന്നെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ആകട്ടെ, ഒരു പർപ്പസ് ആൻഡ് മീനിങ് നമ്മൾ വളർത്തിയെടുക്കാൻ സാധിക്കണം. അത് ഇപ്പൊ ഇല്ലെങ്കിൽ, ഇപ്പൊ പ്രായമായി ബുദ്ധിമുട്ടിലാണ്, അനാരോഗ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെയും നമുക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് മതി, എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾ നടന്നു പോകുന്ന ഒരു വഴിയെ ഒരു കമ്പ് അവിടെ കിടപ്പുണ്ടെന്ന് കരുതുക, അതങ്ങ് എടുത്ത് ആ വഴിയിൽ നിന്ന് എടുത്ത് കളയുക. ദാറ്റ് ഇസ് സംതിങ് വലിയ കാര്യമാണ് അത്. കാരണം വേറെ ആരെങ്കിലും വന്ന് അതെ തട്ടി വീഴാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ളവരോടും ഒരു പുഞ്ചിരി കൊടുക്കുക, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ. അതെല്ലാം ഒരു മീനിങ്ങിന്റെ ഒരു ഭാഗമാണ്. വലിയ കാര്യങ്ങൾ ആയിട്ട് വലിയ മുഖ്യമന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഒന്നും ആകണ്ട, അല്ലെങ്കിൽ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ആകണമെന്നൊന്നുമില്ല. വലിയ കാര്യം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഓർത്തിട്ടില്ല. നിസാരമായിട്ടുള്ള കാര്യങ്ങൾ, റെസീലിയൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി, മാറുന്നതിനനുസരിച്ചുള്ള ആ സാഹചര്യങ്ങളോട് നമുക്ക് വേണ്ട വിധത്തിൽ യോജിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസും അതുപോലെ റെസീലിയൻസും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ അടുത്തത്, ചില ആളുകൾ വളരെയേറെ വഴക്കുണ്ടാക്കുന്നവരാണ്. പ്രായമായി ഞാൻ പറയുന്നത് വേണം, എൻ്റെ പ്രതാപം കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചാണ്. അതായത് അവർക്ക് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അവർക്ക് താല്പര്യമില്ല. എല്ലാവരോടും തന്നെ മിക്കവാറും ഒക്കെ വഴക്കുണ്ടാകും. ഞാൻ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള നാർസിസിസ്റ്റിക് ടെൻഡൻസി ഉള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോ കൃത്യം എക്സാമ്പിൾ ഒന്നും പറയേണ്ട കാര്യമില്ല. ചിലരെന്താണ്, നല്ല ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒന്ന് ചിരിച്ച് മറ്റുള്ളവരോട് സന്തോഷത്തോടു കൂടി പറയുക. ചിലപ്പോൾ മകന്റെ കൂട്ടത്തിലായിരിക്കും, മകളുടെ കൂട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലൊക്കെയാണ്. ഈ കാണുന്നതിനെല്ലാം കുറ്റം പറഞ്ഞു പോകാതെ ഒരു നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പോസിറ്റീവായിട്ട് കാണാനുള്ള ആ ഒരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ മൈൻഡ്ഫുൾ ഏജിന്റെ കോർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്.
ദെൻ അടുത്തത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഏജിങ് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ വയോധികരായി അല്ലെങ്കിൽ വയോധികയായി ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ മുഴുവൻ സമയവും നമുക്ക് മുഴുവൻ സമയമല്ല, സോറി, ഒന്ന് മെഡിറ്റേഷൻ നടത്തുക. അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല ആളുകളും നമ്മൾ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. പ്രത്യേകിച്ച് അത് എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥനയ്ക്ക് എതിരായിട്ടല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസം മനോജ് സാറ് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ക്ലാസ് തന്നെ ഇവിടെ എടുക്കുന്നത് ഞാൻ കേട്ടു. നല്ല കാര്യം, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുമോ? അതൊരു വലിയൊരു ചോദ്യമാണ്, അല്ലേ? നമ്മൾ ഈ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നതിന് പകരം ജീവിതത്തെ നമുക്ക് നമ്മളുടെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുമോ? ഇതിനകത്ത് നമ്മളുടെ സാബു സാറിന്റെ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി ഞാൻ 1-2 ദിവസത്തിന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആർട്ടിക്കിള്. ശ്വാസോച്ഛ്വാസവും പ്രാർത്ഥനയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ ജീവിതം പ്രാർത്ഥനയാക്കുന്നതിനെ കുറിച്ച് 1-2 ദിവസം കഴിയുമ്പോൾ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം. എനിവേ, മൈൻഡ്ഫുൾ ബ്രീത്തിങ് ജെന്റിലി, അതായത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾക്ക് വേദനയുണ്ട്, വിഷമങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും മൈൻഡ്ഫുൾ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക, അത് തന്നെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കുക. ഇതൊന്നും അറിയത്തില്ല. ശ്വാസം ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഡോക്ടർ പറയും ശ്വാസം ഒന്ന് എടുത്ത് വിട്ടേന്ന് പറയുമ്പോഴാണ് ഞാൻ ശ്വസിക്കുന്നുണ്ടില്ലേ എന്നുള്ള ഒരു ചിന്ത അയാൾക്ക് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ ജർമ്മനിയിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ അങ്ങനെയാണ് പറയുന്നത്. ഒരു നല്ല പേഴ്സന്റ് ആളുകൾ, മെജോറിറ്റി ആളുകൾക്കും ബ്രീത്തിങ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് വെസ്റ്റേൺ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കണം, എത്ര ബില്യൺ ആൾക്കാർ ഈ ഭൂമുഖത്ത് ജീവിച്ച് മരിച്ചുപോയി. ഈ യോഗ ഒന്നും അറിയത്തില്ല, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് അറിയത്തില്ല, ഒന്നുമില്ലാതെ എത്രയോ ബില്യൺ ആൾക്കാർ സ്വയം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് അറിയാതെ മരിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ഞാൻ ഇന്നലെ ഇട്ടിരുന്നു അല്ലേ, ബോഡി സ്കാൻ മെഡിറ്റേഷനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയിട്ടിരുന്നു. എത്ര പേർക്ക് കിട്ടിയെന്ന് അറിയത്തില്ല, കാരണം എനിക്ക് സാബു സാർ ആരുടെ എല്ലാം ഏതെല്ലാം രീതിയിൽ ഒത്തിരി ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് ആർക്കൊക്കെ ഇത് റീച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ, ബോഡി സ്കാൻ വളരെ റിലാക്സ് ചെയ്യാനുള്ള ഒരു 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 കോമഡിയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ ശരീരത്തിന്റെ വേദനകൾ ഇതെല്ലാം മാറ്റാൻ സഹായിക്കുന്നതാണ്. ദെൻ അടുത്തത് ജെന്റിൽ മൈൻഡ്ഫുൾ മൂവ്മെന്റ് ആണ്. തൈച്ചി അല്ലെങ്കിൽ യോഗ, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ മൂവ്മെന്റ്സിനെ നമുക്ക് ഇപ്പൊ നമ്മളുടെ കൈ ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ, തൈച്ചിയിലൊക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ട്, യോഗയിൽ നമുക്ക് അത് ചെയ്യാം. നമ്മൾ ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുന്നോ അത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ 2 കാര്യമാണ് ചെയ്യുന്നത്. ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സും ഒരേ സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. ദെൻ അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, നമ്മളുടെ ചെറിയ ചെറിയ റൊട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. മൈൻഡ്ഫുൾ വാക്കിങ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അതേക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ കൈകളുടെ മൂവ്മെന്റ്സ്, നമ്മൾ പാത്രം കഴുകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നവര്, ഓക്കെ, പലരും സ്ത്രീകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരത് ചെയ്യുമ്പോഴേക്കും ഈ രീതിയിലുള്ള അവരുടെ പ്രാക്ടീസ്, നമ്മുടെ തന്നെ ജീവിതത്തിലെ അനുദിന പ്രാക്ടീസുകളെല്ലാം മൈൻഡ്ഫുൾ ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ സഹായിക്കുക. ദെൻ അടുത്തത് മൈൻഡ്ഫുൾ ആകാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ അസ്വസ്ഥതകളൊക്കെ മാറ്റി ഈ പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അതുപോലെ തന്നെ ഒബ്സർവ് ദ ഫുഡ്, കളേഴ്സ്, ഷേപ്സ് ആൻഡ് അറോമാസ്, ഇതെല്ലാം മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്ത് അങ്ങനെ നമ്മുടെ ആകുലതകൾ അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെസ് നമുക്ക് കുറയ്ക്കുന്നതിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വയോധികയായി അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചെല്ലാം ഈ കണ്ണീരോടുകൂടി പറഞ്ഞിട്ട് ഇരിക്കുന്നതിന് പകരം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തത് പുറത്തേക്കൊക്കെ നോക്കുക. നമ്മളുടെ ഗാർഡൻ, നിങ്ങൾക്കൊക്കെ പുറത്തേക്കൊക്കെ നോക്കാൻ എളുപ്പമാണ്, അല്ല പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിന്റർ ടൈമിലാണെങ്കിൽ ഒന്നുമില്ല, പുറത്തൊന്നുമില്ല, മഞ്ഞ് മിക്കവാറും കാണുകയുള്ളൂ. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടണം, അല്ലാതെ വെറുതെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പുറത്തേക്ക് നോക്കുക, പക്ഷികളുടെ ചിലക്കല് അല്ലെങ്കിൽ ഏതെങ്കിലും പൂക്കള് അല്ലെങ്കിൽ സ്മെൽസ്, ടെക്സ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളുടെ സെൻസ് ഓർഗനിനെ കമ്മിങ് ടു അവർ സെൻസസ് എന്ന് പറഞ്ഞ് ജോൺ കബാറ്റ്സിൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, കമ്മിങ് ടു അവർ സെൻസസ് എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം.
വലിയൊരു പുസ്തകമാണ്, പുസ്തകമാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളുടെ സെൻസസിനെ നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. പ്രാക്ടീസ് മോർ മൈൻഡ്ഫുൾ ലിസണിങ് ഇൻ ഡെയിലി ലൈഫ്. മറ്റുള്ളവർ പറയുന്നത്, പ്രകൃതിയിൽ നിന്ന്, കാറ്റിൽ നിന്ന്, ഇലകളുടെ അനക്കങ്ങളിൽ നിന്ന്, ആ ഒച്ചയിൽ നിന്ന്, പക്ഷി മൃഗാദികളിൽ നിന്നുള്ള ശബ്ദം, ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ പറയാം. ഇപ്പൊ ഒരു ആട് രാത്രിയിൽ ഒന്ന് കരയുകയാണെങ്കിൽ, പശു അമറുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓ, ഈ പശുവിന് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നതിന് പറഞ്ഞിട്ട് ലെറ്റ് us എൻജോയ് ദാറ്റ് വൺ. അതൊരു ഒരു എന്താ, അതിനകത്ത് ഒരു മ്യൂസിക് ഉണ്ട്. അതിന് പുല്ലും വെള്ളവും കൊടുക്കാതിരുന്നതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം കുറ്റമാണ്. ഓക്കെ, അടുത്ത പോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ട് സംസാരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ വിത്തൗട്ട് എന്താണ് നമ്മൾ ഇങ്ങനെ കുറ്റങ്ങളും ആരോപണങ്ങളും ഒന്നും ഇല്ലാതെ സ്നേഹിക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ ലിസൺ ചെയ്യാൻ പഠിക്കുക. പ്രത്യേകിച്ച് പ്രായമായിട്ട് ഇങ്ങനെ കസേരയിൽ ഇരിക്കുക, വരുന്നവരേ ഉള്ളൂ, വേലക്കാരനോ വേലക്കാരിയോ വരുന്നു, അവരോടും കയർക്കാതെയും തട്ടി കയറാതെ നീ എന്താടി കാണിച്ചല്ലേ, എന്താടാ കാണിച്ചതെന്ന് ചോദിക്കുന്നതിന് ചോദിക്കാം. തെറ്റാണ് ചെയ്തതെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഈ ബംഗാളികളൊക്കെ അല്ലേ വരുന്നത്. ഇപ്പൊ അവരോട് പറയുന്നത് പുല്ല് പറിക്കാൻ പറഞ്ഞാൽ അവൻ അതിന്റെ ചുറ്റുമുള്ള ചിലപ്പം ചെടികളുടെ മറ്റ് നട്ടു വളർത്തിയ ചെടികളെ പറിച്ച് കളയുമായിരിക്കും. ടേക്ക് ഇറ്റ് ഈസി. അതുപോലെ മൈൻഡ്ഫുൾ ആയിട്ട് അവരോട് സംസാരിക്കുക, ചിരിക്കുക, ഇതൊക്കെ ചെയ്യുക. അടുത്തത് നമ്മളുടെ ഡിജിറ്റൽ സ്ക്രീൻ ഡീടോക്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു. കൂടുതലായിട്ട് എന്താണ് ഡിജിറ്റൽ ഡിപ്പെൻഡൻസി ഇല്ലാതെ കുറെ കൂടെ റിയൽ വേൾഡിലേക്ക് വരിക. ഓക്കെ, ടേക്ക് ഹോബീസ് ആൻഡ് സ്കിൽസ്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വരാന്തയിലൂടെ നടക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാവുന്നവർക്ക് അതും ഒരു ഇതാണ്, നടത്തം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെയിന്റിങ്, പുതിയ ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക, ഏതെങ്കിലുമൊക്കെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ മറ്റതുപോലെയുള്ള പ്രായമായവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ അതുപോലെ മൊബൈലിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. എന്തൊക്കെ ചെയ്യാം, പ്രായമായവർക്ക് ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ ആയതിനെക്കുറിച്ച് ബോഡി സ്കാനിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണ് വേദനകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് നോക്കുക. അല്ലാതെ നമ്മൾ പരാതി പറയാതെ ഉടനെ തന്നെ ഓടി ഡോക്ടറിന്റെ അടുത്ത് പോകാതെ, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരെ കുറ്റം പറയാതെ ജീവിക്കുക. കൂടുതലായിട്ടുള്ള ആത്മവിമർശനങ്ങൾ ഒഴിവാക്കി കൂടുതൽ സ്നേഹം, സെൽഫ് ആയിട്ടുള്ള എന്താണ് കാരുണ്യം കാണിക്കുക. അതുപോലെ തന്നെ പ്രായമാകുന്നതിനെ കുറിച്ചുള്ള നമ്മളുടെ ആ വറി അല്ലെങ്കിൽ ആ ആങ്സൈറ്റി കുറയ്ക്കുക. ചെയ്തു പോയ കുറ്റങ്ങളെ കുറിച്ചുള്ള കുറ്റബോധത്തെക്കാൾ കൂടുതൽ തന്നെ നമ്മളോട് തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കുക. തലയിലൂടെ പോകുന്ന ചിന്തയെക്കുറിച്ചല്ല ചെയ്യേണ്ടത്. നമ്മളെക്കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുക, സന്തോഷിക്കുക, സഹായിക്കുക. അതുപോലെ തന്നെ സ്വയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതായത് നമ്മളെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിച്ച് നല്ല സെൽഫ് ഫീഡ്ബാക്ക് കൊടുക്കുക. മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസ് ഇൻ ഡെയിലി ലൈഫ്, ഇന്നർ ക്വാളിറ്റീസ് എന്ന് പറയാം. മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് എവറി ഡേ ടേക്ക് എ മൊമെന്റ്സ് തിങ്കിങ് അബൌട്ട് റൈറ്റിംഗ് ഡൗൺ. നമ്മളുടെ ആ നന്ദി, നമ്മളുടെ ആ ഗ്രേറ്റ്ഫുൾനെസ് അറിയിക്കുന്നതിന് വേണ്ടി മൈൻഡ്ഫുൾ ജേർണലിംഗ് നടത്താം. അതല്ലെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടറിലൊക്കെയാണ്, മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു എവറിത്തിങ്. അതുപോലെ തന്നെ തന്നെത്താൻ അറിയുന്നതിന് വേണ്ടി നമുക്കുണ്ടാകുന്ന ഡിഫിക്കൽറ്റീസ് എന്താണ്, നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്താണ്, ഇതിനെ കുറിച്ചുള്ള അത് കുറച്ചുകൂടി നമ്മൾ യാഥാർത്ഥ്യത്തോടു കൂടിയും, അതുപോലെ തന്നെ ആ ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും, അതിനോടുള്ള ആ നന്ദി പ്രകടനങ്ങൾ ഉണ്ടാകണം. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കുണ്ടാകുന്നതിനെ നമ്മൾ ജഡ്ജ് ചെയ്ത് ദിസ് ഈസ് ബാഡ്, ദിസ് ഈസ് ഗുഡ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാതെ എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും അത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാനും നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുക. നമ്മൾ ശാന്തമായിട്ടിരിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ സ്നേഹമുള്ളവരെ കുറിച്ചും അതുപോലെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറിച്ചുമൊക്കെ ഓർത്ത് അവരെക്കുറിച്ച് എന്താണ് നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ അവരോട് നന്ദി പറയാം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടിപ്സ് ഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് നമുക്ക് ഇപ്പം
ലേറ്റ് ആയിട്ടില്ല. ഒന്നിനും പ്രായം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമല്ല. അതുകൊണ്ട് നമുക്ക് ടിപ്സ് ഫോർ എന്താണ് നമുക്ക് ചെയ്യാവുന്ന ഇപ്പോൾ തന്നെ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് നമുക്ക് ചെയ്യാവുന്ന ചില ടിപ്സ് ആണ്. സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ബി പേഷ്യന്റ്. എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ. കുട്ടികൾ അങ്ങനെയല്ല, ആദ്യം നടന്നു നോക്കുമ്പോഴേക്കും അവർ മാരത്തോൺ ഓട്ടത്തിനല്ല അവർ പോകണം. അവർ എഴുന്നേക്കുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേക്കുന്നു, നടക്കുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ഇതില് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ക്ഷമയുള്ളവരാകുക. കൺസിസ്റ്റൻസി ഓവർ ഡ്യൂറേഷൻ. ഓക്കെ, ഇപ്പൊ പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞു, 2 ദിവസം നടന്നു കഴിയുമ്പോഴേക്കും ക്ഷീണമായി ഇരുന്നു പോകരുത്. കൂടുതൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഊർജം നമ്മൾ കിട്ടിപ്പോകണം. ദെൻ അടുത്ത അത് ഫൈൻഡ് എ കംഫർട്ടബിൾ പോസ്ചർ. എപ്പോഴും ആ ഇരുത്തത്തിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ പൊസിഷൻ, നമുക്ക് നടുവിന് വേദനയുണ്ട് അല്ലെങ്കിൽ പുറം വേദനയുണ്ട്, തോളിന് വേദനയുണ്ട്, ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ളത് നമ്മൾ ചെയ്യുക, ഇരിക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പീരിയൻസിനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശാന്തമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പഠിക്കുക. നമ്മൾ അത് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്ത്, ഐ ഓൾവേസ് സേ, അതായത് എ കംപ്ലൈനിങ് മൈൻഡ് ഈസ് ഓൾവേസ് ആൻ അൺഹാപ്പി മൈൻഡ്, അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് കംപ്ലൈനിങ്. ഞാൻ പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകും, നമ്മൾ ഒരാൾ പറയാം ഞാൻ സ്പിരിച്വൽ ആണ് അല്ലെങ്കിൽ ഞാൻ റിലീജിയസ് ആണെന്ന് പറയുമ്പോൾ ഓൾവേസ് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാത്തിനും കുറ്റം പറയുക അല്ലെങ്കിൽ എല്ലാത്തിനോടും അതൃപ്തി കാണിക്കുക, then how can you be spiritual? No, you are not spiritual. അതുപോലെ തന്നെ യു ആർ നോട്ട് റിലീജിയസ്. മേ ബി യു ക്യാൻ ബി റിലീജിയസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ട് ജഡ്ജ് ചെയ്യാതിരിക്കാൻ, കുറെ കൂടി വിമർശനം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ദെൻ അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് റിസോഴ്സസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ ലോക്കൽ ക്ലാസ്സസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ തന്നെ മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ്സിന് ആളുകൾ വരുന്നുണ്ട്. ദിസ് ഇസ് ഓൾസോ എ ഗുഡ് സൈൻ. ചിലരൊക്കെ റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾ ഏജിങ്. എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ, ഓവറോൾ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് നമുക്കുണ്ടാകും. നമ്മളൊന്ന് പ്രായമായി ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന ആ അപ്പാപ്പനോ അമ്മാമയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ അപ്പാപ്പനോ ഒക്കെ ഒന്ന് ചിരിച്ചു കാണിച്ച്, മക്കളുടെ നേരെ, കൊച്ചുമക്കളുടെ നേരെ ഒന്ന് ചിരിച്ചു കാണിച്ച്, അല്ലെങ്കിൽ ഇത് ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളെ വഴക്ക് പറയാതെ, ചീത്ത വിളിക്കാതെ, ഇതെന്താണ് ഈ കാണിക്കുന്നത് ചോദിക്കാതെ, അവരെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ആ ഒരു മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ എന്താണ് നമ്മളുടെ ഒരു ഇമോഷണൽ ആൻഡ് മെന്റൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് നമുക്കുണ്ടാകും. നമുക്കൊരു സുഖമുണ്ടാകും, നമുക്കുണ്ടാകും. നമ്മളുടെ ഒക്കെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ നോക്കുന്ന നമ്മളുടെ പ്രായമായവരിലും രണ്ടു കൂട്ടരിലും അതൊരു സന്തോഷത്തിന്റെ ഒരു ഇതുണ്ടാകും. ദെൻ അടുത്തത് റെഡ്യൂസ്ഡ് സ്ട്രെസ്, ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഓക്കെ, നമുക്ക് റെഡ്യൂസ്ഡ് നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ കൂടുതൽ ആൻഷ്യസ് അല്ല, സ്ട്രെസ്ഫുൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും അത് അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കുന്നതിന് മൈൻഡ്ഫുൾ ഏജിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതേക്കുറിച്ചുള്ള അവബോധം നമ്മളെ ഒത്തിരി സഹായിക്കും. ദെൻ അതുപോലെ എപ്പോഴും ചിലപ്പം ആളുകൾ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ സന്തോഷിക്കും, ചിലപ്പോൾ ചിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആ മൂഡ് റെഗുലേഷൻസ്, ആ ഇമോഷണൽ ആയിട്ടുള്ള റെഗുലേഷൻ, അങ്ങനെ ഒത്തിരി ആ ഓസിലേഷൻ എന്ന് പറയാം, ആ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള മൂഡ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്നതിന് വേണ്ടി സഹായിക്കും. ദെൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ സമയവും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി എല്ലാം കാണുന്നു അല്ലെങ്കിൽ അവർ അറിയുന്നു, പക്ഷെ എന്നാൽ തന്നെ അതിനോട് പ്രതികരിക്കാതെ, അതിനെ നിശിതമായി വിമർശിക്കാതെ അങ്ങനെ ഇരിക്കുന്ന ചില വയോധികരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും ഞാൻ അറിയുന്നിടത്തോളം പരാതികളും വിഷമങ്ങളും കുറ്റപ്പെടുത്തലുകളും ചീത്തവിളികളും ഒക്കെ നടത്തുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് ശാന്തമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ സഹായിക്കും. ദെൻ നമ്മളുടെ വേദനകൾ, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, സന്ധിവേദനകളായിരിക്കാം അല്ലെങ്കിൽ മറ്റതുപോലുള്ള വേദനകളൊക്കെ കുറയ്ക്കുന്നതിന് ഈ മൈൻഡ്ഫുൾ ഏജിങ് നമ്മളെ സഹായിക്കും. നമ്മൾ അതേ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യക്തമായ അവബോധം. ഓക്കെ, ദെൻ ഉറങ്ങാൻ പറ്റും. ചിലർക്ക് പ്രായമായി കഴിയുമ്പോൾ ഉറക്കമില്ല. ആ ഉറക്കക്കുറവ് മറ്റുള്ളവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതിനും പരാതി പറയുന്നതിനും ചീത്ത വിളിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റൊന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കും. ചില ആളുകളുണ്ട് മരുന്ന് കഴിച്ചിട്ട്
ഒരു കുറവും ഇല്ല എന്ന് പറയും. കാരണം എന്ത് പറഞ്ഞാൽ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇതുകൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഇതിങ്ങനെ പറയുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മരുന്ന് കഴിച്ചാലും ശരീരത്തിലേക്ക് അതുകൊണ്ടുള്ള എഫക്റ്റ് വരികയില്ല. പലപ്പോഴും ഡോക്ടർമാരെ മാറിയും അതും ഇതും എല്ലാം മരുന്നൊക്കെ മേടിക്കും. അത് കഴിക്കുകയില്ല, കുറച്ച് കഴിക്കും, കുറച്ച് കഴിക്കുകയില്ല. ഇങ്ങനെയൊക്കെ പരാതിയും കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ ആയിട്ട് പോകും. അതുപോലെ മറ്റൊന്ന്, നമ്മുടെ ബോഡി അവയർനെസ് കിട്ടും. നമ്മുടെ വേദനകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സെൻസേഷൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മളെ കുറിച്ച് തന്നെ കൂടുതൽ കെയർ ചെയ്യുന്നതിന് നമ്മൾക്ക് മൈൻഡ്ഫുൾ ഏജിങ്ങിന്റെ അത് ബെനിഫിറ്റ് ആണ്. ദെൻ എൻഹാൻസ്ഡ് അറ്റൻഷൻ, കൂടുതൽ നമുക്ക് അറ്റൻഷൻ, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഓർമ്മ, അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധയോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് കൂടുതൽ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കുന്നതിന് മൈൻഡ്ഫുൾ ഏജിങ് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബൗദ്ധികമായിട്ടുള്ള ദൈഷ്ണികമായിട്ടുള്ള അത് നമുക്ക് കൂടുതൽ കൂട്ടുന്നതിന് അല്ലെങ്കിൽ ഉള്ളത് റിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ദെൻ അടുത്തത്, കൂടുതൽ നമുക്ക് കമ്പാഷനും എമ്പതിയും നമ്മളോട് തന്നെ മറ്റുള്ളവരോടും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് ബെനിഫിറ്റ്സിന്റെ ഒന്നാണ് എൻകറേജിങ് എൻഗേജ്മെന്റ് വിത്ത് കമ്മ്യൂണിറ്റി. മറ്റൊന്ന്, നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് മിണ്ടാൻ, സംസാരിക്കാൻ, അയൽക്കാരോടായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളോടായിരിക്കാം, മറ്റുള്ളവരോടൊക്കെ നമുക്ക് അവരെയൊക്കെ ഒന്ന് എന്താണ് നമ്മുടെ ആ സമൂഹത്തോട്, അതായത് നമ്മുടെ ആ വ്യക്തി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് മൈൻഡ്ഫുൾ ഏജിങ് സാധിക്കും. കാരണം എപ്പോൾ എന്ത് വിളിച്ചാലും ശരിയല്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നെങ്കിൽ നമ്മളെ ആരും വിളിക്കില്ലെന്നാകും. അപ്പൊ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ ഇതില്ല. ഒരു വീട്ടിൽ തന്നെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് സാധിക്കും. ഓക്കെ, അതുപോലെ ഫൈനലായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് റിന്യൂഡ് പർപ്പസ് ആൻഡ് മീനിങ്. നമുക്ക് ഇനിയും 90 വയസ്സായി ഇനിയും ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതിനേക്കാൾ അതിനും സാധിക്കുമെന്നുള്ള ഒരു എന്താണ്, നമുക്കൊരു പർപ്പസ്, മീനിങ് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഓക്കെ സാർ, താങ്ക് യു. വളരെ മനോഹരമായ ഒരു സെഷൻ, തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമാണ്. തീർച്ചയായിട്ടും ഈ ഏജിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഇപ്പോൾ സാർ 2-3 പോയിന്റുകൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്ന്, ഡിപ്പെൻഡൻസ് കൂടി വരുന്നു. ഇത് സിംഗിളായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകാനുള്ള അല്ലെങ്കിൽ 2 പേർക്ക് പോകാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ. പിന്നെ ലോൺലിനെസ്സിൻ്റെ സാധ്യതകൾ വരുന്നു. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? അതിനെ തീർച്ചയായും ഓവർകം ചെയ്യാനുള്ള ഒത്തിരി സ്ട്രാറ്റജീസ് സാർ പറഞ്ഞു. പക്ഷെ അപ്പോഴും അവിടെ വളരെ പ്രത്യേകതയോടെ പറഞ്ഞ ഒരു പോയിന്റ്, ബി ഹാപ്പി, സന്തോഷമുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ സാധ്യതകൾ, ഗ്രേസ്, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്തൊരു നല്ല ഹാപ്പിനെസ് സിറ്റുവേഷനിലേക്ക് കടന്നു വരിക. പിന്നെ സാർ പറഞ്ഞ ഒരു പോയിന്റ്, എന്തിനേയും അംഗീകരിക്കുക, അക്സെപ്റ്റൻസ്, പ്രോപ്പർ അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുക, സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അവയർനെസ് അതിനകത്തൊരു വലിയ പോയിന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രത്യേകതയുള്ളൊരു വിഷയം, മൈൻഡ്ഫുൾ ബ്രീത്തിങ്. അറിഞ്ഞുകൊണ്ട് അല്ലെ, ഐശ്വര്യത്തോടെ പ്രായത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു വലിയ അറിവാണ് സാറിനോട് ലഭിച്ചത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പെട്ടെന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. മെഡിറ്റേഷൻ ഉണ്ട്, അതിനുശേഷം നമുക്ക് വീണ്ടും കാര്യമായിട്ട് ചോദിക്കാം. എന്തെങ്കിലും പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ മെഡിറ്റേഷന് ശേഷം നമുക്ക് ഷെയർ ചെയ്യാം. പെട്ടെന്ന് ആരെങ്കിലും പോകുന്നു വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ സർ. ഓക്കെ. ഒരു സെക്കൻഡ്, ഞാൻ ഷെയർ ചെയ്തോട്ടെ. ജിജീഷ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? അഡ്മിറ്റ് ചെയ്യും. ഒരു സെക്കൻഡ് സാറേ. ജിജീഷ് അൺമ്യൂട്ട് ആയില്ല. പറഞ്ഞോളൂ. ചോദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ തുടങ്ങാനാ? ഓക്കെ, അതിന് ശേഷം സാർ സ്റ്റാർട്ട് ചെയ്തു.
ഓക്കെ, കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ, നമ്മൾ തുടങ്ങാണ്. ഓക്കെ, പൂർവ്വ വയോവൃദ്ധി, ജ്ഞാനപൂർവമായ വളർച്ച, ആഴത്തിലുള്ള ബന്ധം എന്നിവയിലേക്കുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാന്തമായ ഒരു അന്തരീക്ഷത്തില് സുഖകരമായ ഒരു സ്ഥാനം കണ്ടുപിടിച്ചിരിക്കുക. ഈ നിമിഷത്തിലേക്ക് നിങ്ങളുടെ ശരീരം സൗമ്യമായി വിശ്രമിക്കുവാൻ അനുവദിക്കുക. നിങ്ങളുടെ കൈകൾ മൃദുവായി നിങ്ങളുടെ മടിയിൽ വിശ്രമിക്കട്ടെ. നിങ്ങളുടെ തോളുകൾ താഴ്ത്തി സുരക്ഷിതവും സുഖകരവുമായി രീതിയിൽ സൗമ്യമായി കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മളുടെ ധ്യാനം തുടങ്ങാം. ധ്യാനത്തിന്റെ മുന്നോടിയായി നമുക്ക് ആദ്യമായി ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം 3 പ്രാവശ്യം എടുക്കാം. സാവധാനം നിങ്ങൾ ഓരോരുത്തരുടെയും ശ്വാസകോശം നിറയ്ക്കാൻ സാധിക്കുന്നിടത്തോളം നിറച്ചുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. സൗമ്യമായി ശാന്തമായി നിശ്വസിക്കുക. ഓരോ ശ്വാസവും നിങ്ങളെ കൂടുതൽ ശാരീരിക വിശ്രമത്തിലേക്കും മാനസിക സൗഖ്യത്തിലേക്കും ആഴപ്പെടുവാൻ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരാം. സ്വാഭാവികമായി നിങ്ങൾ ശ്വസിക്കുന്നെങ്കിലും അല്പം ആഴത്തിൽ 4, 5 അല്ലെങ്കിൽ 5 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുവാനും അത്രയും സമയം നിശ്വസിക്കാനുമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ശാന്തമായ ഒരു താളലയം നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിൽ സൃഷ്ടിക്കാം. ശാന്തമായ ആ ശ്വാസോച്ഛ്വാസ താളലയത്തിൽ ലയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാം.
നിങ്ങളെ കാലത്തിലൂടെ നയിച്ച അവിശ്വസനീയമായ ജീവിതയാത്രയിലേക്ക് നിങ്ങളുടെ അവബോധം കൊണ്ടുവരിക. സൗമ്യമായി, യാതൊരുവിധ ജഡ്ജ്മെന്റും ഇല്ലാതെ എല്ലാം നിരീക്ഷിക്കുക. ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്ന നിങ്ങളുടെ ആ ശാരീരികമായ അവസ്ഥ നിങ്ങളുടെ കൈകാലുകളുടെ ശക്തി, നിങ്ങളുടെ മനസ്സിലിൻ്റെ ശക്തി, നിങ്ങളുടെ മുഖത്ത് അനുഭവപ്പെടുന്ന ആ ശാന്തത, സന്തോഷത്തിൻ്റെ അഭാവം, അതോടൊപ്പം തന്നെ ഈ വർത്തമാന നിമിഷത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം, ഊഷ്മളത, നിശ്ചലത, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ, അസ്വസ്ഥതകൾ എല്ലാം തുറന്ന മനസ്സോടെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ താളം, ഹൃദയത്തിൻ്റെ ശാന്തമായ സ്പന്ദനം, അതും അനുഭവിക്കുക. വർത്തമാന നിമിഷത്തിലേക്ക് വരിക. നിങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ശാന്തമായി, സൗമ്യമായി ശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുമുണ്ട്. എല്ലാം അനുഭവിക്കുക. ഒരു ന്യായവിധിയും ഒന്നിനോടും നടത്താതെ സൗമ്യമായി ഈ വർത്തമാനകാലത്തിൽ ഇവിടെ ആയിരിക്കുക. നിങ്ങളുടെ ശാരീരികമായ അവബോധം ഒരിക്കൽ കൂടി വീണ്ടെടുക്കുക. നിങ്ങളുടെ ശരീരത്തിലൂടെ ശിരസ് മുതൽ കാൽ വരെ ഓരോ ചുളിവുകളും ഓരോ വേദനയും ചിരിയോ കണ്ണുനീരോ കെടുത്തിയ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ രൂപഭേദങ്ങളും സൗമ്യമായി അംഗീകരിക്കുക. കുറവുകളായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ രൂപീകരണത്തിൻ്റെ കഥയായിട്ട്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് നൽകിയ ആ അനുഭൂതികൾ
നിങ്ങളുടെ ദുഃഖം നിങ്ങൾക്ക് നൽകിയ പാഠങ്ങൾ, വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്ത സന്ദർഭങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നെങ്കിൽ അവയെ നിഷ്പക്ഷമായി വിധിയില്ലാതെ ശ്രദ്ധിക്കുക. സൗമ്യമായി ശ്വസിക്കുകയും ശ്വാസോച്ഛ്വാസത്തിന്റെ അവബോധത്തിൽ നിന്നുകൊണ്ട് സ്വയം ഇപ്രകാരം പറയുക: ഞാൻ ഇവിടെയുണ്ട്. വീണ്ടും സൗമ്യമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ പോയി ശ്വാസോച്ഛ്വാസ അവബോധത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ പറയുക: ഈ നിമിഷം മതി. ഈ നിമിഷത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എനിക്ക് മതി. എന്നിലെ പശ്ചാത്താപങ്ങളും പ്രതീക്ഷകളും ഞാൻ ഉപേക്ഷിക്കുന്നു. ഇന്നലെയും നാളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ശാന്തമായി സൗമ്യമായി ഈ നിമിഷത്തിലെ ഈ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ നിങ്ങളെ അനുവദിക്കുക. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ചുറ്റുപാടുകളെ, നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങളെ, വിചാരങ്ങളെ, അനുഭൂതികളെ നിരീക്ഷിക്കുക. ഓരോ ശ്വാസനിശ്വാസങ്ങളിലും ഈ നിമിഷത്തിൽ നിങ്ങൾ വേരൂന്നിയിരിക്കുന്നതായുള്ള ആ അനുഭവം, ആ സുഖം, ആ സന്തോഷം അനുഭവിക്കുക. ഒരു പഴയ വൃക്ഷം പോലെ അടിത്തറയുള്ളതും ശാന്തിയിലും സമാധാനത്തിലും വേരുറപ്പുള്ളതും വിവേകവും ജ്ഞാനമുള്ളതും പ്രതിരോധന ശേഷിയുള്ളതുമായ നിങ്ങളുടെ അസ്തിത്വത്തെ പൂർണ്ണമായും ആലിംഗനം ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ നന്ദിയുടെ വികാരങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുക. കടന്നുപോയ ഋതുക്കൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സന്തോഷത്തിന്റെ സമയങ്ങൾ, പോരാട്ടത്തിന്റെ സമയങ്ങൾ, മാറ്റങ്ങളുടെയും അനിശ്ചിതത്തിന്റെയും സമയങ്ങൾ
വളർച്ചയുടെ സമയങ്ങൾ, എല്ലാറ്റിനും നിങ്ങൾ നന്ദി പറയുക. ഓരോ ഋതുക്കളിലും നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും അല്ലെങ്കിൽ മനസ്സിലും രൂപപ്പെട്ട വ്യതിയാനങ്ങൾ, ശക്തി, അശക്തി, ആരോഗ്യം, അനാരോഗ്യം, എല്ലാറ്റിനും നന്ദി പറയുക. ജീവിതത്തിന്റെ ഋതുക്കളിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ശരൽക്കാലത്തും എല്ലാം അനുഭവപ്പെട്ട ശാന്തമായ നിങ്ങളുടെ ധൈര്യത്തിനും കരുണ അനുഭവപ്പെട്ട നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ മനസ്സിൽ മൃദുവായി ഇപ്രകാരം മന്ത്രിക്കുക: ഞാൻ സഹിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ വളർന്നു, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ ആഴമേറിയ നന്ദിയുടെ ആ അലകൾ നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓരോ കോശങ്ങളിലേക്കും ആഴത്തിൽ പതിയട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ജീവിതത്തിന് നന്ദി പറയുക. ഈ നിമിഷത്തിന് നന്ദി പറയുക. നിങ്ങളുടെ വേദനയ്ക്കും നിങ്ങളുടെ ദുഃഖത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും എല്ലാറ്റിനും നന്ദി പറയുക. ആവർത്തിക്കുക: നന്ദി, നന്ദി, നന്ദി. ശാന്തമായി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശാരീരിക അവബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ ഒരിക്കൽ കൂടി ആ അവബോധം വീണ്ടെടുക്കുക. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും നിങ്ങളിരിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചുമുള്ള അവബോധം പൂർണ്ണമായി വീണ്ടെടുത്ത് നിങ്ങളുടെ കാലുകളിലെയും കൈകളിലെയും ആ വിരലുകൾ വളരെ സൗമ്യമായി ശാന്തമായി ഒന്ന് ചലിപ്പിക്കുക. സാവധാനം കണ്ണുകൾ തുറക്കാം. ധ്യാനം കഴിഞ്ഞു.
ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, മീനാക്ഷി മാം പറയും. ആന്റണി ജി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിലും ഗംഭീരായിരുന്നു ഇന്നത്തെ മെഡിറ്റേഷൻ. ഇറ്റ് വാസ് വെരി വെരി നൈസ്. അത് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് പോയിട്ട് ഇപ്പം ഐ എം ഫീലിംഗ് സോ കാം, പീസ്ഫുൾ. അപ്പോൾ ഒരുപാട് നല്ലതായിരുന്നു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിന്ന് എന്താ പറയുക, ഇവിടെ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഈ ജെറിയാട്രിക് കെയറിൻ്റെയും ഒക്കെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു കാലിക്കറ്റ് ഇംഹാൻസിൽ. അപ്പോൾ അതിൽ നിന്നും അവർ പറഞ്ഞ കാര്യങ്ങളിലും കൂടുതലായിട്ട് അവർക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൂടുതലായിട്ട് നിങ്ങളുടെ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ താങ്ക് യു വെരി വെരി മച്ച്. നല്ല ഗംഭീര ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതിന് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അതിന് കമൻ്റ് ഒന്നും എഴുതുന്നുണ്ടാവില്ല, പക്ഷെ ഉറപ്പായിട്ടും വായിക്കുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതിനും ഒരുപാട് താങ്ക് യു. താങ്ക് യു മീനാക്ഷി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ദെൻ ഷീല മാം. സാറേ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. Yes. നമ്മള് ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണിത്. സാറ് ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് സാറിന്റെ പിന്നെ ഇത് ഇട്ടപ്പോൾ തന്നെ, ഈ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇട്ടപ്പോൾ തന്നെ അതിന്റെ കൂടെ ഒരു നോട്ട് കൂടെ സാറിന്റെ ഉണ്ടായിരുന്നു. അത് വായിച്ചതിന് ശേഷമാണ് ക്ലാസ്സിൽ കയറിയത് ഞാൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ ആ ക്ലാസ്സിനെ കുറിച്ചും എന്താ ഇതിൽ നമ്മൾ എടുക്കേണ്ട അവയർനെസ് എന്നുള്ള ഒക്കെ സാറ് ആ ഒരു നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഒരു ചലഞ്ചസിൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചലഞ്ചസ് എന്ന് പറയുന്ന ആ ഒരു സബ് ഹെഡിങ്ങിൽ ലോൺലിനെസ് ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ, ആ ഒരു പോയിന്റ് ആണല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോൺലിനെസ്സും സോഷ്യൽ ഐസൊലേഷനും വയസ്സാകുന്ന അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ടെന്ന്. അത് പിന്നെ നമ്മളിപ്പോ ഒരു വീട്ടിലാണെങ്കിലും പ്രായമായവരെ ആ വീട്ടിലുള്ളവർക്കൊപ്പം സന്തോഷിക്കാനും അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഒരു തയ്യാറാകുന്നുവെങ്കിൽ കൂടി അവിടെ ഉള്ളവര് അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളിന് എന്ത് ചെയ്യാൻ പറ്റും? അത് അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് സാറിന്റെ ഇതിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ സാറേ ആ ഏജ്ഡ് ആയിട്ടുള്ള ആളിന് അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇത് എന്താണ്, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തടിയുടെ വളവിലും ആശാരിയുടെ ചെത്തിലും പ്രശ്നമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുടുംബങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പരസ്പരം നമ്മൾ പഴി പറയാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയും, ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ആ മനോഭാവം ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നേനെ. അല്ലെങ്കിൽ ഇപ്പൊ ഏജ്ഡ് ആകണമെന്നില്ല, നമ്മൾ പറയും എൻ്റെ ഭാര്യ ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മനോഭാവം മാറിയിരുന്നെങ്കിൽ, അവളൊന്ന് ശരിയായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ, എനിക്ക് സമാധാനം കിട്ടിയേനെ. നേരെ മറിച്ചും പറയും അല്ലേ? ഇങ്ങനെയുള്ള, അതായത് നമ്മളെ സബ്ജക്ട് ഓബ്ജക്റ്റ് ആ റിലേഷൻഷിപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ലോൺലിനെസ് എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് 99% ലോൺലിനെസ്സും, കാരണം ഇല്ല 100% ലോൺലിനെസ്സും നമ്മളുടെ സ്വന്തം ക്രിയേഷനാണ്. ഞാൻ മലയാളത്തിൽ ആ വാക്കിന്റെ, ലോൺലിനെസ്സിന്റെ ഏകാന്തത എന്നുള്ള വാക്കേ ഉള്ളൂ. പക്ഷെ അതിനെന്തോ നമ്മുടെ ഭാഷയിൽ, സംസ്കൃതത്തിൽ എനിക്ക് അറിയില്ല, എന്നാലും ഇംഗ്ലീഷിൽ അതിനൊരു നല്ലൊരു വാക്കുണ്ട്, സോളിറ്റ്യൂഡ്. സോളിറ്റ്യൂഡ് എന്താണ് അതിന്റെ ഞാൻ പറഞ്ഞ ലോൺലിനെസ് അല്ല, ലോൺലിനെസ്സിന് അതിന്റെ ഓപ്പോസിറ്റും അല്ല. സോളിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. നമ്മൾ പറയാണ് ഏകാന്തത എന്ന് പറയും. ഇപ്പൊ ജർമ്മൻ, ഫ്രഞ്ച്, ഈ ഭാഷകളിലൊക്കെ നമ്മൾ ഈ
മലയാളത്തിലെ പോലെ ഉള്ള വാക്കാണ് ഏകാന്തത എന്ന് പറയുന്നത്. സോളിറ്റ്യൂഡ് എന്നുള്ളൊരു വാക്കില്ല. സോളിറ്റ്യൂഡ് നമ്മൾ സ്വയം ചൂസ് ചെയ്യുന്നതാണ്. നമുക്കത് എപ്പോൾ വേണമെങ്കിലും മാറ്റുകയും ചെയ്യാം. ഇപ്പൊ ഒരാള് ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് ഒരു വനത്തിലോ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്ന അയാൾ ചൂസ് ചെയ്യുന്നതാണ്. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും സമൂഹത്തിലേക്ക് ഇറങ്ങി വരാം. അപ്പൊ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് സ്വയം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ആ സോളിറ്റ്യൂഡ്, അതായത് ആ ഏകാന്തതയുടെ ഒരു അനുഭവത്തെ നമുക്ക് സോളിറ്റ്യൂഡ് ആക്കി മാറ്റാം. അതിന് മലയാള വാക്ക് ഇല്ല കേട്ടോ. എൻ്റെ അറിവിലില്ല. നിങ്ങൾ അവിടെ ഉള്ളവർ ഏതെങ്കിലും തരത്തില് കാണുകയാണെങ്കിൽ ഒന്ന് എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ, ദയവായിട്ട്. ഓക്കെ, ഇത് നമ്മൾ ഈ സോളിറ്റ്യൂഡ് പ്രായത്തിൽ വരുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും നമ്മളുടേതായ കൊച്ചു ലോകങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പ്രായമായവർ പ്രത്യേകിച്ച് അവഗണനകളും ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു വീട്ടിലുണ്ട്, അവര് ആ പ്രായമായ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ മരുമകള് അവരുടെ മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം കൊടുത്തതിന് ശേഷം മിച്ചം വരുന്ന ഭക്ഷണം അതെന്തെങ്കിലും ഉള്ളത് അവരെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് പൂട്ടി വെക്കുക. അതിന് താക്കോലൊക്കെ ഉണ്ട്, എനിക്കത് അറിഞ്ഞുകൂടാ. നാട്ടിൽ അങ്ങനെ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല, പൂട്ടാനുള്ള ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ അവര് ഒത്തിരി വേദനിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ആണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് പറയാം. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഇമാജിനേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഞാൻ അങ്ങനെ പറയാറുമില്ല. അപ്പൊ ഇതൊരു വലിയൊരു ഇതാണ് നമുക്ക് നമ്മളുടെയും ഭാഗത്തു നിന്ന് എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ് കാരണവന്മാരെ നോക്കേണ്ടവര് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്. അവരൊരു കാര്യം മറക്കുന്നു, ഈ നാളെയും ഇവർക്കും ഇതേ അനുഭവം ഉണ്ടാകും. നമ്മൾ എത്രയോ കഥകൾ നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ എന്താണ് ലോൺലിനെസ് എന്ന് പറയുന്നത്, ഏകാന്തത മാറ്റാൻ നമ്മൾ തന്നെ നോക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മൈൻഡ്ഫുൾ ബ്രീത്തിങ്, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തോട്ട് പോകുക. ഇങ്ങനെയുള്ള എത്രയോ മെത്തേഡുകൾ ഇപ്പൊ ഉണ്ട്. നമുക്ക് ആ ഗ്രൗണ്ടിങ് മെത്തേഡ്സിനെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. പിന്നെ ഒരു ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എവിടെയാണ് അവഗണനകൾ ഇല്ലാത്തത്? സ്വന്തം കുടുംബത്തിൽ, സ്വന്തം മക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ അവഗണിക്കുന്നുണ്ട്. എവിടെയാ ഇത് ഇല്ലാത്തത്? നമ്മൾ എവിടെ ചെന്നാലും ഈ അവഗണന എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാം, നിങ്ങളിപ്പം നാട്ടില് ഒരു ഓഫീസിൽ ചെന്നേ, അവിടെ അവഗണിക്കപ്പെടുന്നില്ലേ? നിങ്ങൾ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് 100% റെസ്പെക്റ്റോട് കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നമുക്ക് കിട്ടേണ്ട ആ ജോലി അല്ലെങ്കിൽ അത് നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ടോ? ഇല്ല. എല്ലായിടത്തും ഇത് തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. അത് ഒരു അക്സെപ്റ്റൻസിന്റെ ഒരു ഭാഗമാണ്, ഒരു റാഡിക്കൽ അക്സെപ്റ്റൻസിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരാളിന്റെ പ്രകൃതം കണ്ടിട്ടാണ് സാറേ അവിടെ നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നില്ലേ എന്നുള്ള മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് സാധിച്ച് കിട്ടുമായിരിക്കാം, അടുത്ത് നിൽക്കുന്ന ആളിന് സാധിക്കാതെ വരുമ്പോൾ അതും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. അത് സാർ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ ശിലമ ഒരു മിനിറ്റ്, അമൃതജ്യോതി മാം എന്ന് പറഞ്ഞോട്ടെ. അമൃതജ്യോതി മാം. യെസ് സർ, താങ്ക് യു വെരി മച്ച് സർ. സാറ് വളരെ നല്ലൊരു ടോപ്പിക്കാണ് എടുത്തത്. ശരിക്ക് സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല യോജിപ്പുണ്ട്. അതായത് കൂടുതൽ ഏകാന്തത തോന്നുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് പ്രായമാകുമ്പോൾ വെറുതെ അവരെന്നെ ഒരു മതിൽക്കെട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്തിരിക്കുക. ശരിക്കും അത് മൈൻഡ്ഫുൾ, അത് നല്ല പോസിറ്റീവായിട്ടുള്ളതും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും അയാൾക്ക് ഏകാന്തത അനുഭവപ്പെടില്ല. ഇത് അധിക വീട്ടിൽ ഞാൻ മനസ്സിലാക്കിയത് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന, എല്ലാവരോടും സാറ് പറഞ്ഞാല് തട്ടിന് മുട്ട് പറയുക, എല്ലാവരോടും അടി വെക്കുക, ഒരു എന്താ പറയണത്, ചിലപ്പം എനിക്ക് തോന്നുന്നത് കോർട്ടിസോളിന്റെ ഇത് കൂടുതലായതുകൊണ്ട് അധികമാവുന്നതുകൊണ്ടാണ്, അവരറിയുന്നില്ല. നമ്മളെ നാട്ടിൽ നിന്ന് അതിനൊന്നും ട്രീറ്റ്മെന്റിന് പോകുന്നില്ല, അതിനെപ്പറ്റി ബോധവുമില്ല. അതിനും കൂടി മരുന്ന് കഴിക്കേണ്ടെന്ന് വിചാരിക്കും. അതൊക്കെ ആയിരിക്കണം. വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് മെന്റാലിറ്റി ആയിരിക്കും. അപ്പൊ ആരും അവരോട് അടുക്കാൻ നിൽക്കൂല. അടുക്കണം എന്ന് വിചാരിച്ചാൽ അടുക്കാൻ പറ്റൂല. എന്ത് ചെയ്തു കൊടുത്താലും കുറ്റം കണ്ടുപിടിക്കുക. ആ ഒരു ഗ്രേറ്റ്ഫുൾ, അതായത് ഏറ്റവും ഞാൻ മനസ്സിലാക്കിയത്, ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ സ്നേഹം ഉണ്ടെങ്കിലേ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർക്ക് ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ശരിക്കും അത് ഈ മൈൻഡ്ഫുൾ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സുണ്ടെങ്കിൽ ഈ വക ഫീലിങ്സ് ഒന്നും നമുക്ക് അനുഭവപ്പെടില്ല.
അല്ലാണ്ട് സാറ് പറഞ്ഞ റയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില സ്ത്രീകൾ അങ്ങനെ അവഗണിക്കുന്നൊക്കെ ഉണ്ട്. അത് വളരെ റയർ. സാധാരണ രീതിയിൽ അധിക വീടുകളിലും കാണുന്നത് ഞാൻ ഇങ്ങനെയുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര്, they see everything negative and people won't walk around them, they keep away from them. That is happening. അത് sir. Thank you sir, thank you very much, thank you sir. ഡോക്ടറെ കണ്ട് കുറച്ച് മഗ്നീഷ്യം കൂടി കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. കാരണം അവരുടെ ഓർമ്മയും പോകും, ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കി അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും. യെസ്, മഗ്നീഷ്യവും സപ്ലിമെന്റ് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ വ്യൂസ്. ഓക്കെ, ഉലകനൻ സർ പറഞ്ഞു. Am I audible, sir? യെസ്. ഇന്നത്തെ ക്ലാസ് ഞാൻ 2-3 ദിവസമായിട്ട് ഉഴപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉഴപ്പലല്ല, യഥാർത്ഥത്തില് പറ്റായ്മയാണ്. പക്ഷെ ഇന്നത്തെ ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നല്ലപോലെ ശ്രമിച്ചു. എനിക്ക് ബാക്കി സാഹചര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഈ നമ്മുടെ പ്രായമാകുമ്പോൾ, ഇപ്പം ഞാൻ 72 വയസ്സുള്ള വ്യക്തിയാണ്. നമ്മുടെ ഈ ലോൺലിനെസ്സിന്റെ പുറന്തോട് നമുക്കൊന്ന് പൊട്ടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ലോൺലി അല്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെ പോലെ ഞാനും ഒരു അംഗമാണ്. അവരോടൊപ്പം തന്നെ ചേർന്ന് അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവരുടെ ഷൂസിൽ എൻ്റെ കാലിറക്കി പോവുകയാണെങ്കിൽ എനിക്ക് ലോൺലിനെസ് ഉണ്ടാവില്ല. അതിനു പകരം ഞാൻ എൻ്റെ ഷൂസ് നല്ല സ്റ്റീലാക്കി ഉറപ്പിച്ച് പോയാൽ നമ്മളിൽ നിന്ന് അവർ ഓടി അകലും. കാരണം ആ സ്റ്റീലിന്റെ ഷൂസ് അവരുടെ കാലിൽ തട്ടിയാൽ അവർക്ക് വേദനിക്കും. ആരും അടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ലോൺലിനെസ്സിലേക്കല്ലേ പോവുക. അടുത്ത കാര്യം, രോഗം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രായത്തിന്റെ മൂർധന്യത്തിലേക്ക് പോകുമ്പോൾ രോഗം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് പ്രതീക്ഷിക്കണം നമ്മൾ. അപ്പോൾ ഒരല്പം മുമ്പ് തന്നെ ഇത്തരം രോഗാവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജീവിതശൈലികൾ നാം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവിലും കുറവുണ്ടാവും. അപ്പൊ നാം നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് മറ്റുള്ളവരുടെ കൂടെ പോവുകയും അവർക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നൽകുകയും ചെയ്യണം. അതിന് കണ്ടീഷനില്ല. കണ്ടീഷൻ വെച്ച് കൊടുക്കുമ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ ഇല്ലാതാവുന്നത്. അപ്പൊ ഞാൻ എന്നെ തന്നെ സഹായിക്കണമെങ്കിൽ എൻ്റെ പുറന്തോടുകൾ കളയണം. ഞാൻ 30 വയസ്സുള്ളപ്പോൾ ഇങ്ങനെയാണ് ജീവിച്ചത്, ഇന്നും എനിക്ക് അതിന് കഴിയണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നാം സ്വയം അറിയുക. അപ്പൊ ആ റെസിലിയൻസിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം നാളെ ഉണ്ടോ എന്നറിയുന്നില്ല, ഇന്നിൽ ജീവിക്കുക. അതിന് തയ്യാറാകുമ്പോൾ നമ്മൾ സന്തോഷവാന്മാരും സന്തോഷവതികളും ആയിരിക്കും. ബി ബെസ്റ്റ്, ബി വിത്ത് ദ ബെസ്റ്റ്. നമുക്ക് അതിനുള്ളൊരു തിരിച്ചറിവുണ്ടായാൽ ഓക്കെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി നന്ദിയുണ്ട് സർ, ആന്റണി സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ജോർജ് സാർ. താങ്ക് യു സാർ. വളരെ സന്തോഷം. ആനന്ദ് സാറേ, ഒത്തിരി ഓർമ്മപ്പെടുത്തലുകളാണ്, ഒത്തിരി അറിവ് പകരുന്നതുമായ ക്ലാസ്. സാറേ, വളരെ വളരെ ശരിയാണ് സാറ് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യങ്ങൾ. അതായത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥ ഭേദങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു എന്നുള്ളത് വലിയ സത്യം. പക്ഷെ അവർക്കത് ഞാൻ അംഗീകരിക്കാതെ പോകുന്നു എന്നുള്ള ആ ഒരു 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 ആ പെശക്, ആ ട്രബിള് അവർക്കത് തിരിച്ചറിയാൻ പറ്റൂല. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നവരെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർ യാഥാർത്ഥ്യത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, ഒരു വിയോജിപ്പുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ പ്രായമായവർ അത് അറിഞ്ഞ് പെരുമാറുന്നതല്ല പലപ്പോഴും. എനിക്കറിയാം എത്ര പേരുടെ കഥയിൽ എന്തെല്ലാം ദുർവാശിയാ, നിർബന്ധമാണ്, എന്തെല്ലാം അവർ കാട്ടിക്കൂട്ടുന്നു വെച്ചാൽ പറയണ്ട. ഈ നമ്മുടെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ്, അവിടെ കൺസിഡറേഷൻ പോകുമ്പോൾ ഇത്തരം കേസുകൾ ഒത്തിരി ഉണ്ട്. അത് സഹിക്കുന്നവരെ സമ്മതിക്കണം. നമ്മളീ പറയുന്ന പോലെ പ്രായമായ എല്ലാവരും ഡിസോർഡർ ആണെന്നോ അവരെല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന കണ്ടീഷൻ ആണെന്നോ ഒന്നും ഈ സമൂഹത്തിൽ ഇല്ല. അങ്ങനെയല്ല.
പ്രായമായി കഴിഞ്ഞാൽ അതങ്ങനെയല്ലേ, വഴിയിൽ കയറ്റ ഇറക്കമുള്ളതുപോലെ വളവും തിരിവുള്ളതുപോലെ ഇത് ജീവിത പരിണാമത്തിൽ സംഭവിക്കാവുന്ന യാഥാർത്ഥ്യമാണ്. പ്രായമായി കഴിയുമ്പോൾ ഈ വീഴ്ചകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ എന്നും യങ് ആൻഡ് യൂത്ത് അല്ലേ. അതുണ്ട്. പക്ഷേ ഇതിനോട് താതാത്മ്യപ്പെടാൻ അടുത്ത തലമുറയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ പരിചരിക്കാൻ നിൽക്കുന്നവരും ട്രബിൾഡായി. അത് വലിയ പൊറുതികേടാണ്. ഇവർ തിരിച്ചറിഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. പക്ഷേ ഇത് സയൻസ് നമ്മൾ പറയും പോലെയല്ല. അവർക്ക് ഞാൻ അങ്ങനെ നേരിൽ അറിയുന്ന വ്യക്തികളെ എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ ആ പരിതാപം രണ്ട് വശത്ത് ആരെയും നീതീകരിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ഇല്ല കേട്ടോ. മക്കളുടെ കാര്യത്തിലാണേലും പേരൻസിന്റെ കാര്യത്തിലാണേലും അല്ലെങ്കിൽ ആരാണോ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് അവരുടെ ഗതികേടിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. രണ്ടു കൂട്ടർക്കുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞാലും ഭാഗ്യമാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മനോഭാവം പ്രായമായി കഴിയുമ്പോൾ ഉണ്ടായാൽ അതൊരു ഭാഗ്യമാണ്. എന്തായാലും ഒത്തിരി ഓർമ്മപ്പെടുത്തലുകളാണ് സാറേ, തിരിച്ചറിയലുകളാണ്. ഒന്നോടെ ഇതാരെങ്കിലും പറയുമ്പോഴാണല്ലോ ഇത് ശരി, ആ കാര്യം അങ്ങനെയാ, അയാൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണല്ലോ, ഇവരുടെ അനുഭവം ഇത് തന്നെയാണല്ലോ എന്നൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ നേരിൽ ബോധ്യപ്പെടുന്ന പോലെയുള്ള കാര്യങ്ങൾ. നന്നായി സാറേ, ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോർജ് സാർ. ഓക്കെ, ബീന മാം, ഡോക്ടർ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഷീല മാമിന് ചോദിക്കാം. ഡോക്ടർ വരുന്നുണ്ട്, രണ്ടുപേരും വരുന്നുണ്ട്. ബീന മാം ഒന്ന് പറയൂ, ഒരു സെക്കൻഡ്. ഡോക്ടറെ വളരെ ഒരു നമ്മളൊക്കെ ആഗ്രഹിച്ച അല്ലെങ്കിൽ ആവശ്യമുണ്ടായിരുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് സാർ എടുത്തിട്ടുള്ളത്. ഒരു വലിയൊരു ആവശ്യം നിവർത്തിച്ചു കിട്ടി. സാറ് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് തന്നെ അത് വളരെ ക്ലിയർ ആയി. എന്താ വെച്ചാല് മരത്തിന്റെ കുഴപ്പമുണ്ട്, ആശാരിയുടെ ധാരാറുണ്ട്. രണ്ടും കൂടി ആയിട്ട് ജീവിതം കുറച്ചൊരു ബുദ്ധിമുട്ടായി മാറുന്നു പിന്നെ അവസാന കാലഘട്ടത്തിൽ ആവുമ്പോ. അപ്പൊ അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് സാർ പറഞ്ഞത്. ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ആയിരുന്നു. അതെന്ന് പറഞ്ഞാല് ഒരു കവിത നമ്മൾ ആസ്വദിക്കുന്ന പോലെയാണ്. നമ്മളെ സ്വയം ശുദ്ധീകരിക്കാനും ആ നന്ദിയുടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും അതുകൊണ്ട് എത്തിക്കുകയായിരുന്നു. അത് വളരെ ഹൃദയാവർജകം എന്ന് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും നല്ലതായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടറെ പറയൂ. സർ, അത് ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. അപ്പൊ ഇതില് ഈ നമ്മളെത്ര ഈ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ തയ്യാറെടുത്താലും ഇപ്പൊ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ശീലിച്ചു പോകുന്ന കാര്യങ്ങളും ഈ പുതിയ തലമുറ കാണുന്നൊക്കെ. കാരണം അതിവേഗത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ലൈഫ് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്ലോ പേസിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇതില് ഈ ഞങ്ങളുടെ ഈ ഹിന്ദുമതത്തിലൊക്കെ പറയുന്നുണ്ട് കർമ്മഫലങ്ങൾ പിന്തുടരുമെന്ന്. കൊടുത്തതേ കിട്ടുകയുള്ളൂ, വിതച്ചതേ കൊയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ഇത് പെട്ടെന്നൊരു ദിവസം എന്നെ സ്നേഹിക്കണം, എന്നെ ശ്രദ്ധിക്കണം, ലോകമൊക്കെ എനിക്ക് വേണ്ടി എന്നൊക്കെ റിട്ടയർ ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ തീരുമാനിക്കുന്നത് ആരോഗ്യത്തെ നോക്കാനും കുടുംബത്തിന് നോക്കാനും ഭാര്യയുടെ മുഖത്ത് നോക്കാനും ഒക്കെ തുടങ്ങുന്നതൊക്കെ. അപ്പോഴത്തേക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന വലിയൊരു ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു വളരെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പറയും. ഈ കഴിഞ്ഞ 19 തീയതി ഈ കേരള ഹൈക്കോർട്ടിന്റെ ഈ ഒരു ഹാളിൽ വെച്ചിട്ട് ഞങ്ങളുടെ പരിസ്ഥിതി സംഘടന വോയിസ്കയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം കണ്ണൂരുകാരനാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. കാരണം ഈ ഹൈക്കോടതിയിൽ ഭയങ്കര സ്ട്രെസ്സാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി റിലാക്സ് ചെയ്യുന്നത് അവിടുത്തെ ഈ മംഗളവനം എന്നും പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. പുള്ളി അവിടേക്ക് ദിവസവും കുറെ നേരം നോക്കി നിന്നിട്ട് ഈ ഗ്രീൻ നോക്കിയിട്ടും ആകാശത്തിൽ നോക്കിയിട്ടും ചക്രവാളത്തിലൊക്കെ നോക്കിയിട്ട് ഈ ഹൈക്കോടതിന്റെ മോളിൽ നിന്നുകൊണ്ട് പുള്ളി അങ്ങനെ ഒരു ഈ സലാസ് ഒരു സമാധാനം കണ്ടെത്തുന്ന രീതിയിൽ. അപ്പൊ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങിയാൽ തന്നെ നമുക്ക് കുറെയൊക്കെ ഗാർഡനിങ്ങും ഇറങ്ങി നടക്കലും അതേപോലെ തന്നെ നാട്ടിൻപുറങ്ങളിലേക്ക് യാത്ര ചെയ്യലും ഒക്കെ സഹായിക്കും. ഈ അടച്ച മുറിയിൽ കയറി ഇരുന്നുകൊണ്ട് ഈ TV-യും ഇതൊക്കെ ആയിട്ടുള്ള പ്രായമുള്ളവർ പുറത്തു പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഴിയുന്നത്ര ഒരു വീടിന് പുറത്തേക്ക് പോയാൽ വീട്ടുകാർക്ക് വലിയ ശല്യം ഉണ്ടാവില്ല.
ഇയാള് ദുർമുഖം കാണിച്ച് എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് കണ്ടതിനെല്ലാം കുറ്റം പറയുന്നതിന് പകരം ഇറങ്ങി നടക്കുകയും പുറത്തു പോവുകയും ഒക്കെ ചെയ്താൽ ഒരു വരും. അതുപോലെ തന്നെ ഈ നർമ്മം വെറുതെ പൊട്ടിച്ചിരിക്കുകയും പുഞ്ചിരിക്കുകയൊക്കെ ചെയ്ത് നമ്മളങ്ങ് മറന്നു പോകുന്നുണ്ട് ജീവിതത്തിന്റെ ഈ മുള്ളു നിറഞ്ഞ വഴിത്താറകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ. അപ്പൊ ഈ ചെമ്മനം ചാക്കോയുടെ പുസ്തകവും അതേപോലെ തന്നെ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പഴയ പുസ്തകവും അതുപോലെ TV-യിലെ ഹാസ്യ പരിപാടികളൊക്കെ കണ്ട് ചിരി വന്നില്ലേലും അങ്ങ് പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്താല് ഭയങ്കര റിലാക്സേഷൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ സാറ് പറഞ്ഞാണ്. അപ്പൊ പുള്ളി പറഞ്ഞത് ഈ ആരും അറിയാതെ പുള്ളി ടൗണിൽ എറണാകുളം സിറ്റിയിൽ ഏതെങ്കിലും ഈ മ്യൂസിക് കൺസേർട്ട് പ്രഭാഷണങ്ങള് കഥകളിയൊന്നും അറിയില്ലെങ്കിലും കഥകളിയൊക്കെ കാണാൻ അങ്ങ് പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയി ഇരുന്ന് ഈ ആളുകൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് എനിക്ക് അറിയുന്നത് മാത്രമേ ഞാൻ ആസ്വദിക്കൂ എന്നൊന്നും പറഞ്ഞില്ല ഒരിക്കലും. അതേസമയം തന്നെ പുള്ളി പറഞ്ഞത് പുള്ളി ഏജിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഈ സുരേഷ് ഗോപിയുടെ ഒക്കെ നല്ല ഇടിപ്പടം പോയിരുന്ന് കാണുമെന്ന് പറയും. അപ്പൊ ഇപ്പൊ നമ്മുടെ മനസ്സിലും നല്ല റേറ്റ് ഉണ്ടാവും. ഈ അങ്ങനെ സ്വയം കണ്ടുപിടിക്കണം നമ്മൾ എവിടെയാണ് ആഹ്ലാദിക്കുന്നതെന്നൊക്കെ. എന്തായാലും സാറിന്റെ ഈ ക്ലാസ്സും വളരെ നന്നായി. ഇന്നത്തെ മെഡിറ്റേഷൻ മറ്റെല്ലാ ദിവസത്തേക്കാളും നന്നായി എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇതില് നമ്മളെ ദാറ്റ് വാസ് വെരി മച്ച് ലിങ്ക്ഡ് വിത്ത് വാട്ട് യു ഹാവ് ടോട്ട് us. അപ്പൊ അതേപോലെ ഒന്ന് ശരീരം ശ്രദ്ധിക്കുകയും മനസ്സ് ശ്രദ്ധിക്കുകയും, പിന്നെ ഈ പറഞ്ഞ പോലെ കൊടുത്തതേ കിട്ടൂ. കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊല്ലത്തും കിട്ടും, ഒരു സംശയവും വേണ്ട. അത് അപ്പോ ഈ കർമ്മഫലങ്ങൾ പിന്തുടരുന്നുണ്ട്, അത് ജന്മാന്തരങ്ങളായിട്ട് പിന്തുടരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ കർമ്മങ്ങളൊക്കെ നന്നാക്കിയാൽ വാർദ്ധക്യത്തിലൊക്കെ പുഞ്ചിരിയോടുകൂടിയൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഇന്ന് BS മരിച്ചതിന്റെ ക്രിമേഷനൊക്കെ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ MLA മലമ്പുഴ MLA ആയിട്ടിരുന്നു. ഇവിടെ വന്നാണ് അദ്ദേഹം ഈ നന്മ പഠിച്ചതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഈ ആലപ്പുഴയും മാരാരിക്കുളത്തും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഒരു മൊരട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ചിരിക്കാൻ അറിയാത്ത, ചിന്തിക്കാൻ അറിയാത്ത ഒരാൾ. അദ്ദേഹത്തിന് പകരം ഇപ്പൊ മലമ്പുഴ നിന്ന് ജയിച്ച ഈ A. പ്രഭാകരൻ MLA എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം മനോരമയോട് എന്നോട് പറയുകയും ചെയ്ത ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഇലക്ഷന് പുള്ളി ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ പ്രചരണത്തിനായിട്ട് പോയി പുള്ളി മുറുകിയ മുഖമായിട്ട് വന്ന് കുറച്ച് തത്വശാസ്ത്രങ്ങളും കുറച്ച് ഈ ക്ലാസ് ഫൈറ്റിനെയൊക്കെ പറ്റി പ്രസംഗിച്ച് വണ്ടി കയറിയപ്പോൾ പുള്ളി പറഞ്ഞ്, സഖാവെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കുട്ടികളുടെ അടുത്തേക്ക് പോയി ഒന്ന് പുഞ്ചിരിക്കണം, സ്ത്രീകളുടെ അടുത്തൊക്കെ പോയി കൈകൂപ്പി അവരുടെ അടുത്തേക്ക് സുഖമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കണം, ആളുകളുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി കൈകൂപ്പും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയും. അതേപോലെ അടുത്ത മീറ്റിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് പുള്ളി കുട്ടികളുടെ അടുത്തേക്ക് എന്താ ചെയ്തതെന്നറിയോ? കുട്ടി ഇവിടെ വാ എന്നൊരു കുട്ടിയെ വിളിച്ചു. ആ കുട്ടി പേടിച്ചോടി കരഞ്ഞിട്ട്. കാരണം കുട്ടികളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുരട്ടൻ ഭാവത്തെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അടുത്ത മീറ്റിങ്ങിന് പുള്ളി ചെന്നപ്പോഴത്തേക്ക് പുള്ളി പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞേ വാ എന്ന് പറഞ്ഞ് അടുത്ത് വിളിക്കുകയും തഴുകുകയും സ്ത്രീകളുടെ അടുത്തെല്ലാം പോയി കൈകൂപ്പും ഒക്കെ ചെയ്തോണ്ട് കൂടി ഈ തിരുവിതാംകൂറിലെ കാഠിന്യമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് മലബാറിന്റെ നൈർമല്യമൊക്കെ പുള്ളി ഏറ്റുവാങ്ങിയതോടുകൂടിയാണ് അദ്ദേഹം ഭയങ്കരമായി ജനകീയനായതെന്നാണ്. അപ്പൊ പുഞ്ചിരിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു പാഠം കൂടെ ഞാനിത് പറഞ്ഞത് ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് പറഞ്ഞതാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രെയിനിങ് പ്രോഗ്രാം സാർ. ഇറ്റ് വാസ് നോട്ട് അറ്റ് എ ക്ലാസ്, ഇറ്റ് വാസ് ആൻ ഓറിയന്റേഷൻ ആൻഡ് എന്താ പറയുക ഇൻസൈറ്റ്. യു ഗേവ് us an insight to become better old citizen. Thank you so much. ഇങ്ങനെ പറയും ഐശ്വര്യത്തോടെ അല്ലെ പ്രായമാകാനുള്ള എല്ലാ ചേരുവകളും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ശീലമാമനിലേക്ക് വരാം. ശീലമാമൻ പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞു, അതിന് നല്ല മറുപടി എല്ലാരിൽ നിന്നുമായിട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, സാറിനോടൊപ്പം തന്നെ. പിന്നെ ഈ വാർദ്ധക്യ സമയത്ത് എനിക്ക് തോന്നുന്നത് ഫാമിലിയിലുള്ളവർക്ക് പിന്നെ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ ഒക്കെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കും സാറേ. ഒരു അവയർനെസ് ക്ലാസ് വീട്ടിലുള്ള ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കില്ലേ? ചെറുപ്പക്കാർക്ക് കൊടുക്കും ചോദ്യം. ഓക്കെ, ഉത്തരം ഇതാണ്. എത്ര ചെറുപ്പക്കാർ വരും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അവർക്ക് തന്നെ പ്രായമായവർക്ക് തന്നെ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 3000 പേർക്കെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് ഈ ക്ലാസ്സിനെ കുറിച്ച്. അതുപോലെ തന്നെ ക്ലാസ്സിന്റെ വരാൻ പോകുന്ന ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു 3-4 പാരഗ്രാഫ് എഴുതി ഒക്കെ ഞാൻ വിടും. ഇന്നതാണ് ഇന്ന വിഷയത്തെ കുറിച്ചൊക്കെയാണെന്ന്. ആകെ വരുന്നത് 15-16
കഷ്ടിയാണ് വരുന്നത്. ദാറ്റ് മീൻസ് സോ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് ഞാൻ പരാതിയായിട്ട് പറയുന്നതല്ല. അപ്പൊ ചെറുപ്പക്കാർക്ക് ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറുപ്പക്കാർക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട്. എന്ത് മൈൻഡ്ഫുൾനെസ് അല്ലേ? ഇതാണ്. അല്ല ഞാനിപ്പോ അത് 50 വയസ്സ് കഴിഞ്ഞ എനിക്ക് ആ ചെറുപ്പക്കാരെ മനോഭാവത്തിൽ ഞാൻ വിമർശിക്കുന്നില്ല കേട്ടോ. എനിക്കത് വിമർശിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സ്വഭാവം, ആ വിമർശനാത്മകതയോടുകൂടി അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആർക്ക് കൊടുക്കും എന്നുള്ളതാണ്. 50 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരുടെ കാര്യമാണ്. 50 വയസ്സ് കഴിഞ്ഞു. ഓക്കെ, ഞാൻ അത് ഞാൻ കേട്ടില്ല. അല്ല സാറേ, പിന്നെ ശരിക്കും പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞാൽ തന്നെയും ചെറുപ്പക്കാർ തന്നെയാണ് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം. വളരെ പിന്നെ എനർജറ്റിക് ആയിട്ടും അതുപോലെ ഹാപ്പി ആയിട്ടുള്ള മുഖവുമാണ് പലരിലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആകുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇപ്പൊ സാധാരണ കാണുന്നില്ല സാറേ. ഒന്നുമില്ലെങ്കിലും ഈ TV സീരിയൽ കാണുമ്പോഴേ അതിലെ ഓരോ പിന്നെ ഈ പ്രായമുള്ളവരുടെ ഒരുക്കങ്ങളും അവരുടെ സംഭാഷണങ്ങളും ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ളവരും അല്ലെ നമ്മളും ഒക്കെ തന്നെയാണെങ്കിലും നമ്മളിപ്പോഴും ചെറുപ്പമാണെന്നുള്ള ആ ഒരു ഇതിലേക്ക് പോവുകയാണ്, വിചാരത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഏജിങ് വലിയ പ്രശ്നം ആയിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ പുതിയ തലമുറക്കാർ പറയുന്നത്, എല്ലാം പ്രശ്നത്തിലാണ്. എല്ലാം പ്രശ്നത്തിലാണ്, എന്നാ ചെയ്യൂന്ന്, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യൂന്ന്. പിന്നല്ലേ സാറേ, ഡോക്ടർ സുധോധൻ സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് ഇമോഷണൽ അക്കൗണ്ട് ഉണ്ടാക്കിയിടണം. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നെങ്കിൽ സ്നേഹിച്ചുവിടുക, എന്നെങ്കിൽ ഇതാക്കിവിടുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. കറക്റ്റ് ആ സമയത്തിന് ആ ഇമോഷണൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബേജാറിന്റെ ആവശ്യമില്ല. കം ഓട്ടോമാറ്റിക്കലി എല്ലാ ഭാഗത്തുനിന്നും. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രായമായി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിലും ഇരട്ടയ്ക്കാണെങ്കിലും കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് സൃഷ്ടിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പ്രോസസ്സ്. കാരണം മക്കൾ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുന്നത് ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കൊരു ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എവറിതിങ് വിൽ ബി ഓക്കെ. പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പെൺമക്കളൊക്കെയുള്ള 1-2 ഒക്കെ പെൺമക്കളുള്ള മാതാപിതാക്കള് ഇങ്ങനെ ഇപ്പൊ പുതിയതായിട്ടുള്ള ന്യൂ ജനറേഷൻ കുട്ടികളോട് പറയുന്നത്, ഞങ്ങളെ കുറിച്ച് ഓർക്കുകയേ വേണ്ട, ഞങ്ങൾ വെൽ സെറ്റിൽഡ് ആയിട്ട് ഒരു പൊസിഷനിൽ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിനുള്ള ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ച് ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട്. പഴയ പോലെയല്ല. പണ്ടൊക്കെ എന്ന് വെച്ചിട്ട് മറ്റൊരു മാർഗവും ഇല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വ്യക്തമായിട്ട് ചൂസ് ചെയ്യണം, കൃത്യമായിട്ട് അതിലേക്ക് എത്തണം. ഇപ്പൊ നമ്മുടെ തന്നെ വീടുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുമ്പോൾ ഉണ്ടാകുന്ന കുറെ ഇൻസെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ, അതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. അല്ല, ഏറ്റവും വലിയൊരു പ്രോബ്ലം അത് തന്നെയാണ്. പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാകുക, ടേസ്റ്റിനൊത്ത ഭക്ഷണം ഉണ്ടാകുക, ഇതൊക്കെ വലിയ പ്രോബ്ലം. കാര്യം കഞ്ഞിയൊക്കെ മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഒരു മാറ്റം നമ്മൾ ഉൾക്കൊള്ളാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഒത്തിരി ഉണ്ട്. ആ സാധ്യതകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിട്ട്, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ്സിൽ തന്നെ ജീവിക്കാൻ പറ്റും. കാരണം മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഉണർന്ന് ചിന്തിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഒരേ ഏജിലുള്ള ആൾക്കാരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമായിരിക്കും അല്ലെ? അതൊക്കെ ചിലപ്പോ ഭാവിയിൽ എന്തായാലും വരും. കഴിഞ്ഞ് എല്ലാ ഭാഗത്തേക്ക് എത്തണത് ഇപ്പൊ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ഇയറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ആ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മളുടെ കാലത്ത് നമ്മളൊരു വീട് വെച്ച പോലെയായിരുന്നു. ഏതോ ഒരു പാടുപെട്ടാണ് ഒരു വീട് വെച്ചത്. പക്ഷെ ഇപ്പൊ അത് വളരെ സിമ്പിളാണ്. ഇപ്പൊ പ്ലാൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നടക്കും. കാരണം ആളുകൾക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് വരാനുള്ള സമയമുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. സാറേ, തണൽ പദ്ധതി ഇല്ലേ സാറേ? തണൽ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെയൊക്കെ സജീവമാണത്. ഇല്ല, തണലൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനേക്കാളൊക്കെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതികളാണ് ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോംസ് പോലെ വളരെ 5 സ്റ്റാർ ബേസ്ഡ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോംസ്. ഇപ്പൊ 10 ലക്ഷം രൂപയ്ക്കും 15-നും 20-നും ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഒരു ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ അത് 50-ഉം 60-ഉം. അത് ഞാൻ പറഞ്ഞൊരു നമ്മുടെ കാലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ എത്ര രൂപ ഉണ്ടായിരുന്നു, എത്ര സ്ട്രെയിൻ എടുത്തോ, അതേപോലെ ആയി വരും. പക്ഷെ ഇപ്പൊ അത് വളരെ ചീപ്പാണ്, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ചിലൊരു പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട്.
എവിടെയല്ലേ കോട്ടയത്താണെന്ന് തോന്നുന്നു അല്ലെ? കോട്ടയത്ത് അങ്ങനെയല്ലേ ഒരു 15 വീട്ടുകാർ ഒരുമിച്ചിട്ട് നല്ല ഭയങ്കര വെൽ സെറ്റിൽഡ് ആയിട്ട് നല്ല ഒരുമിച്ച് ജീവിച്ചു. അതിൽ ഇഷ്ടം പോലെ അത് ഉണ്ട്. തൊടുപുഴയാ, തൊടുപുഴ. തൊടുപുഴ ആ ഉണ്ട്. വനിതയിലൊക്കെ വന്നിട്ടുണ്ട്. 15 കുടുംബങ്ങൾ. അതെ. ഓക്കെ, അപ്പം ആൻഡി സാർ താങ്ക് യു. വളരെ Thank you. അവബോധമാണ് നൽകിയത്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. പ്രാക്ടീസ് ചെയ്യാം അല്ലെ? പ്രാക്ടിക്കൽ ആക്കാം. എന്തായാലും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും സാറേ. Okay, Yes. very good. ഓക്കെ, താങ്ക് യു. Thank you and good Okay, night. bye-bye. Thank you. Have a nice evening and good night to you. Okay, bye. Exactly.